أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും നേതാക്കൾ, സഹപ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, ഈ മഹല്ലത്തിൽ ഈ സ്ഥാപനവുമായി എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സദസ്സിലും പരിസരത്തുമായി സംഗമിച്ച സഹോദരിമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്ത് വിശ്വാസികളുടെ സാന്നിധ്യമുള്ള എല്ലായിടങ്ങളിലും നടക്കുന്ന വൈവിധ്യങ്ങളാർന്ന പരിപാടികളുടെ ഭാഗമായി അൽ ഫാറൂഖ് ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച പരിപാടി ഇൻഷാ അല്ലാഹ് നാളെയും വളരെ പ്രൗഢമായി നടക്കുകയാണ്. ഇന്ന് കൂടുതലായി സമയം നീട്ടിക്കൊണ്ടുപോവുകയില്ല. നാളെ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആവേശകരമായ മദ്ഹ് ഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും മൗലിദുകളും അതിന് സമാപനം കുറിച്ചുകൊണ്ട് ആദരണീയരായ സാദാത്തുക്കൾ സംബന്ധിക്കുന്ന പ്രാർത്ഥനാ മജ്ലിസും ഇവിടെ നടക്കാനിരിക്കുകയാണ്. ബഹുവന്യരായ കൂറ്റമ്പാറ ഉസ്താദിന്റെ ഉത്ബോധനവും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവാഹ ധനസഹായത്തിന്റെ ഭാഗമായി ഒരു സഹോദരിക്ക് നൽകുന്ന വിവാഹ ധനസഹായത്തിന്റെ വിതരണവും ഉൾപ്പെടെ നാളെ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അല്ലാഹു തആല ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ലോകത്ത് കടന്നുപോയ അനേകം നേതാക്കളുടെയും വ്യക്തികളുടെയും ചരിത്ര പുരുഷന്മാരുടെയും ഒക്കെ അപദാനങ്ങളും അനുസ്മരണങ്ങളുമൊക്കെ ലോകത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യങ്ങളും പ്രശംസകളും പരാമർശങ്ങളും ലോകത്ത് നടക്കുന്നത് എങ്ങനെ, അതിന്റെ വ്യാപ്തിയും അതിന്റെ വലിപ്പവും എന്ത് എന്ന്
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ ദിക്ർ, അങ്ങയെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ, അങ്ങയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ പരിശുദ്ധമായ, വളരെ വിശുദ്ധമായ ഔന്നിത്യത്തിലാണ്, വളരെ ഉയരത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുള്ള ദിക്ർ, അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുള്ള പോരിശകൾ, അവിടത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, അതിന് വലിയ സ്ഥാനം നമ്മൾ നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോൾ എന്താണ് അല്ലാഹു തആല ഹബീബിന്റെ ദിക്റിന് നൽകിയിട്ടുള്ള സ്ഥാനം? അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള പ്രാധാന്യങ്ങളും പവറുകളും എത്രയാണ്? പരിശുദ്ധമായ ഖുർആനിന്റെ ആ ആയത്തിന് വിശദീകരണമെന്ന നിലക്ക് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള സന്ദേശം അങ്ങനെ തന്നെ അല്ലാഹു തആലയിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദിക്റിനെ അല്ലാഹു തആല നൽകിയ പോരിശ, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. അല്ലാഹു ആകുന്ന ഞാൻ, യജമാനനാകുന്ന ഞാൻ, ഖാലിഖാകുന്ന എന്നെ എവിടെയൊക്കെ എന്റെ അടിമകൾ പറയുന്നുണ്ടോ, എവിടെയൊക്കെ എന്റെ അടിമകൾ എന്നെ പ്രശംസിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ടോ, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. അല്ലാഹു ആകുന്ന യജമാനനാകുന്ന എന്നെ സ്മരിക്കുകയും എന്നെ പ്രതിപാദിക്കുകയും ചെയ്യുന്ന മുഴുവൻ ഇടങ്ങളിലും എന്റെ ഇടയാളനാകുന്ന, ഞാൻ എന്റെ അടിമകളിലേക്ക് നിശ്ചയിച്ചു തന്ന മധ്യവർത്തിയാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പറയുകയാണ്, ആ നേതാവിനെ പറയാതിരിക്കില്ല, ആ നേതാവിനെ പ്രശംസിക്കാതിരിക്കില്ല. എവിടെയൊക്കെ അള്ളാനെ പറയുന്നുണ്ടോ, ഒരു അടിമ അള്ളാഹുവിന് വേണ്ടി അവൻ പറയുന്ന അവന്റെ നാമത്തിൽ ഏറ്റവും പരിശുദ്ധമായത് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യജമാനനാകുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അടിമ പറയുന്ന ഏറ്റവും പരിശുദ്ധമായ പദം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ അടിമത്തം അംഗീകരിച്ചവൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന്റെ കൂടെയും മുഹമ്മദുർ റസൂലുള്ളാഹുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ ഒരു അടിമയിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിനോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് അവൻ പറയാതിരുന്നുകൂടാ. എവിടെയാണ് അള്ളാന്റെ കൂടെ റസൂലുള്ളാഹിനെ പറയാത്തത്? പരിശുദ്ധമായ ബാങ്കിന്റെ വിശുദ്ധ വചനപ്പൊരുളുകൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുമ്പോൾ ആ ഷഹാദത്തിന്റെ കലിമയാകുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ പദം ഒഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ ബാങ്ക് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന മുഅദ്ദിൻ ആ കലിമയോടുകൂടെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിനെ കൂട്ടിപ്പറയേണ്ടി വരികയാണ്. അതേ സഹോദരങ്ങളെ, അടിമയാകുന്ന അള്ളയുമായി, ഉടമയാകുന്ന അള്ളയുമായി അടിമകളാകുന്ന മനുഷ്യൻ നടത്തുന്ന നേരിട്ടുള്ള ഇടപാടാകുന്ന നിസ്കാരത്തിൽ പോലും ആ നിസ്കാരത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പറയുമ്പോൾ ആ ഷഹാദത്തിലൂടെ അവന്റെ നിസ്കാരം സാർത്ഥകമാക്കപ്പെടണമെന്ന് ചിന്തിക്കുന്ന സത്യവിശ്വാസിയോട് അവന്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്,
വറഫഅനാ ലക ദിക്റക. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുള്ള ദിക്റിന് അല്ലാഹു കൊടുത്ത പവറാണത്. അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾക്കും പ്രശംസകൾക്കും അല്ലാഹു കൊടുത്ത പവറാണത്. ആ പവർ എങ്ങനെയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പ്രവിശാലമായ പ്രപഞ്ചലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുമ്പോൾ, ആ പ്രപഞ്ചത്തിലെ ഓരോ സെക്കൻഡുകൾ കടന്നു പോകുമ്പോഴും ആ സെക്കൻഡുകളിൽ മുഴുവനും അല്ലാഹുവിനെയും റസൂലുള്ളയെയും അടിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു നാട്ടിൽ ആ സമയത്ത് ബാങ്ക് കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ സലാം വീട്ടി കഴിയുമ്പോൾ തന്നെ മറ്റൊരാള് നിസ്കാരത്തിലേക്ക് ആരംഭിക്കുകയാണ്. നിരന്തരമായി സമ്പൂർണമായി ഈ പ്രപഞ്ചം കടന്നുപോകുന്ന മുഴുവൻ സെക്കൻഡുകളിലും സ്മരിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ സ്മരിക്കപ്പെടുന്നു? എന്തുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ പ്രതിപാദിക്കപ്പെടുന്നത്? അത് നമ്മുടെ കലിമയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ സ്വീകരിച്ച് അതിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലൂടെ നമ്മൾ പറയുന്നത് എന്താണ്? ഉടമയാകുന്ന അല്ലാഹുമായി എനിക്കുള്ള ബന്ധം, ഞാൻ അവന്റെ അടിമയാണ് എന്നതാണ്. എന്നാൽ എന്റെ റസൂലുമായി എനിക്കുള്ള ബന്ധം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ റസൂലുമായി എനിക്കുള്ള ബന്ധമെന്താണ്? എന്റെ ഹബീബുമായി എനിക്കുള്ള ബന്ധമെന്താണ്? അല്ലാഹു എന്റെ ഉടമസ്ഥനാണെങ്കിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ടെത്തുവാനും ചെവിടുകൊണ്ട് കേട്ടറിയുവാനും എനിക്ക് നേരിട്ട് സംവദിക്കാനും കഴിയാത്ത എന്റെ നാഥനെ, ആ നാഥനെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ എന്റെ നാഥൻ എനിക്ക് വേണ്ടി സംവിധാനിച്ച സ്വർഗീയ ആരാമത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ എന്നിലേക്ക് അല്ലാഹു വെച്ചു തന്ന റസൂലാണ്. എന്താണ് റസൂല് എന്ന് പറഞ്ഞാൽ? അവിടുന്ന് അടിമകളിലേക്കുള്ള മധ്യവർത്തിയാണ്. അവിടുന്ന് അടിമകളിലേക്കുള്ള ഇടയാളനാണ്. അല്ലാഹുവിന്റെയും അടിമകളുടെയും ഇടയ്ക്ക് മറ്റൊരാള് ആവശ്യമില്ല എന്ന് പലപ്പോഴും തെരുവിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കവലപ്രസംഗത്തിന്റെ ആകത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി ആവശ്യമില്ല എന്നതാണ്. എന്നാൽ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുള്ള മധ്യവർത്തിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തേക്ക് ആദ്യമ മനുഷ്യനായി കടന്നു വന്ന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തന്റെ പ്രാർത്ഥന നടത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തന്റെ പ്രഥമമായ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ആ പ്രാർത്ഥന ആദം നബി തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ, ലോകത്ത് പറക്കാനിരിക്കുന്ന, ലോകത്ത് മനുഷ്യരൂപത്തിൽ ജനിക്കാനിരിക്കുന്ന പ്രവാചകനാകുന്ന റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചുകൊണ്ട്, ആ റസൂലുള്ളാഹിനെ തവസ്സുലാക്കിക്കൊണ്ട്, ആ റസൂലുള്ളാഹിനെ മധ്യവർത്തിയായി സ്വീകരിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചലോകത്തെ പ്രഥമ പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ പിടിച്ചുകൊണ്ട് തവസ്സുലാക്കിയാണ് ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥനയുടെ ആരംഭമെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ പ്രാർത്ഥനയുടെ പര്യവസാനം എങ്ങനെയാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലശേഷം അവിടുത്തെ ശരീഅത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ലോകത്തേക്ക് തിരിച്ചു വരുമ്പോൾ, ദുനിയാവിലേക്ക് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ക പോവുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ക ചെന്ന് റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലഉജീബന്നഹു, ഞാൻ അപ്പോൾ ഈസാ
അലൈഹിസ്സലാമിന് ഉത്തരം നൽകും, അവിടത്തെ കൈപിടിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ആദ്യമായി ആരംഭിച്ച പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബിനെ തവസ്സുലാക്കിയാണെങ്കിൽ ലോകത്തെ അവസാനത്തെ പ്രാർത്ഥന റസൂലുള്ളയോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് നമുക്കുള്ള മധ്യവർത്തിയാണ്. അവിടത്തേതിലൂടെയാണ് അല്ലാഹു നമുക്ക് സകലമാന സന്തോഷങ്ങളും നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിലൂടെയാണ് അല്ലാഹു നമുക്ക് സകലമാന നിഅമത്തുകളും നൽകിയിട്ടുള്ളത്. അല്ലാഹുവിൽ നിന്ന് അവന്റെ അടിമകളിലേക്ക് നൽകപ്പെടുന്ന എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ, എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ, ആ സന്തോഷങ്ങളുടെയും ആ അനുഗ്രഹങ്ങളുടെയും സകലമാന കേന്ദ്രബിന്ദു, അതിന്റെ പ്രഭവ കേന്ദ്രമാണ് ആരംഭ റസൂലുള്ളാഹി. എത്രത്തോളം അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യവും സന്തോഷവും അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യമായി ലഭിക്കുന്ന ഹിദായത്താണ്. അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്മാർഗ സിദ്ധിയാണ്. ആ അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന സൗഭാഗ്യമാകുന്ന ഹിദായത്തുണ്ടല്ലോ, ആ ഹിദായത്ത് പോലും അല്ലാഹു അവന്റെ അടിമകളിലേക്ക് നൽകുന്നതിന് അല്ല വച്ച മധ്യവർത്തിയേതാ. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആരാണിവിടെ ഹിദായത്ത് വിതരണം ചെയ്യുന്നത്? അല്ലാഹു അവന്റെ അടിമകൾക്ക് നൽകാൻ ഉദ്ദേശിച്ച സന്മാർഗ സിദ്ധി അത് അല്ലാഹുവാണ് ഒരാൾക്ക് നിശ്ചയിക്കുന്നത്. അല്ലാഹുവാണ് ഹിദായത്ത് ഒരാൾക്ക് നൽകുന്നതും അത് നിശ്ചയിക്കുന്നതും കണക്കാക്കുന്നതും. പക്ഷേ അല്ലാഹു തആല കണക്കാക്കിയ സകലമാന സന്തോഷങ്ങളെയും പോലെ അതിൽ പ്രധാനപ്പെട്ട സന്മാർഗ സിദ്ധി അത് അല്ലാഹു തആല വിതരണം ചെയ്യുന്ന കേന്ദ്രം മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഹിദായത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്ത് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുന്നിൽ ഓതിക്കൊടുത്ത പരിശുദ്ധ ഖുർആൻ ഹിദായത്തിന്റെ കാരണമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിശുദ്ധമാകുന്ന വചനപ്പൊരുളുകളായി ലോകത്തോട് സംവദിച്ച അവിടുത്തെ വിശുദ്ധമായ ഹദീസിന്റെ പദങ്ങളും ആശയങ്ങളും ലോകത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണങ്ങളാണ്. പക്ഷേ റസൂലുള്ള ജനങ്ങൾക്ക് ഹിദായത്ത് നൽകാൻ കാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അത് വെറും ഖുർആൻ കൊണ്ട് സംവദിക്കലല്ല, അത് വെറും ഹദീസുകൾ പറഞ്ഞു കൊടുക്കലല്ല, അതൊക്കെ അള്ളാന്റെ ഹബീബിലൂടെ നൽകപ്പെടുന്ന സന്മാർഗത്തിന്റെ കാരണങ്ങളാണെങ്കിലും അതിനൊക്കെ അതുപോലെ തന്നെ അല്ലാഹു ഹിദായത്തിന് വെച്ച കാരണമുണ്ട്. ആ കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ എത്തിപ്പെടലാണ്. പരിശുദ്ധമായ ഖുർആനിൽ നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ള സൂറത്ത്, ആ സൂറത്തിൽ നമ്മൾ ഓതുകയാണ് വവജദക ളാല്ലൻ ഫഹദാ, വവജദക ളാല്ലൻ ഫഹദാ. സംരക്ഷിക്കാനില്ലാത്ത അങ്ങേക്ക് അല്ലാഹു തആല അഭയം നൽകി എന്ന് ഒറ്റവാക്കിൽ അർത്ഥം പറയാവുന്ന ഈ ആയത്തിന് മഹാന്മാര് പഠിപ്പിക്കുന്ന മറ്റൊരു പാരായണമുണ്ട്. വവജദക ളാല്ലൻ എന്നിടത്ത് വവജദക ളാല്ലുൻ എന്ന് റഫ്ഇ ചെയ്തുകൊണ്ട് ഓതുന്ന ഒരു ഖിറാഅത്തുമുണ്ട്. അങ്ങനെ റഫ്ഇ ചെയ്ത് ഓതുമ്പോൾ ആ ആയത്തിന്റെ അർത്ഥം എന്താ? വവജദക ളാല്ലുൻ ഫഹദാ. നബിയെ, അവിശ്വാസിയായ അള്ളാഹുവിന്റെ അടിമ, അധർമ്മകാരിയായ അള്ളാഹുവിന്റെ അടിമ, അക്രമകാരിയായ അള്ളാഹുവിന്റെ അടിമ, ആ അടിമയെങ്ങാനും അങ്ങയുടെ മുമ്പിലൊന്നെത്തിയാൽ, ആ അടിമയെങ്ങാനും അങ്ങയുടെ മുഖത്തൊന്നു നോക്കിയാൽ, ആ അടിമക്കെങ്ങാനും അങ്ങയുടെ പരിശുദ്ധമായ കൈത്തലങ്ങളെ കൊണ്ടുള്ള വിശുദ്ധമായ സ്പർശനത്തെ
ദർശനത്തിന്റെ സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അതേ മന്ദാ വജ്ഹക യസ്യാദു യാ കരീമൽ വാലിദൈനി ഹൗലുക സാഫിൽ മുബാറദ് വിർദുനാ യൗമൻ നുശൂരി മൻ റആ വജ്ഹക നബിയെ അങ്ങയുടെ മുഖത്തൊരാൾ നോക്കിയാൽ അങ്ങ് ആയത്ത് ഓതി കൊടുക്കണമെന്നില്ല, അങ്ങ് ഹദീസ് പറഞ്ഞു കൊടുക്കണമെന്നില്ല. അല്ലാഹു തആല ഹിദായത്ത് നിശ്ചയിച്ചൊരു അടിമ അങ്ങയുടെ മുമ്പിലെത്തുകയേ വേണ്ടൂ. അങ്ങനെ അങ്ങയുടെ മുമ്പിലെത്തിയാൽ യസ്അദ് അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാവുകയാണ്, അവൻ രക്ഷപ്പെട്ടവനാവുകയാണ്, അവൻ വിജയിച്ചവനാവുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ. വവജദക ളല്ലൻ ഫഹദാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലെത്തിപ്പെടുന്ന സൗഭാഗ്യ സിദ്ധി കൊണ്ട് സന്മാർഗത്തിൽ അകപ്പെട്ടുപോയ എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ, ചരിത്രത്തിൽ അനവധിയുണ്ട്. വിശുദ്ധമായ അറേബ്യയിലൂടെ കടന്നു പോവുകയാണ് ഒരു കച്ചവട സംഘം. ത്വാരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ അറേബ്യയിലൂടെ ഒരു കച്ചവട സംഘത്തിന് നേതൃത്വം കൊടുത്ത് ത്വാരിഖ് ബിൻ ശിഹാബ് തങ്ങൾ കടന്നു പോകുമ്പോൾ ആ യാത്രാ സംഘത്തിന് പരിചയമില്ലാത്ത അള്ളാന്റെ ഹബീബ് ആ യാത്രാ സംഘത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാന്റെ ഹബീബ് ആ യാത്രാ സംഘത്തോട് ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ പറ്റിയ വല്ലതും നിങ്ങളെ കയ്യിലുണ്ടോ? വിൽപ്പനക്ക് പറ്റിയ വല്ലതും നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് അള്ളാന്റെ റസൂല് ആ കച്ചവട സംഘത്തോട് ചോദിക്കുമ്പോൾ കച്ചവട സംഘം പറഞ്ഞു, ഞങ്ങളെ കയ്യിലൊരു ഒട്ടകമുണ്ട്, 120 പറക്കാരൊക്കെ നൽകിയാൽ ഞങ്ങൾ ആ ഒട്ടകത്തെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് യാത്രാ സംഘം തങ്ങൾക്ക് പരിചയമില്ലാത്ത ഹബീബാകുന്ന ആഗതരോട് അറിയിച്ചപ്പോൾ അള്ളാന്റെ ഹബീബ് ആ ഒട്ടകത്തെ കച്ചവടം ചെയ്യാൻ 120 പറക്കാരൊക്കെ കൊണ്ടുവരാമെന്ന കണ്ടീഷനിൽ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ഹബീബ് അവിടത്തെ വീട്ടിലേക്ക് അതിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ യാത്രാ സംഘത്തിനിടയിൽ ഒരു മുറുമുറുപ്പ്. ഏതോ ഒരാള് വന്ന് ഒട്ടകത്തെ കച്ചവടാക്കി കയറും പിടിച്ചു പോവുകയാണ്. പകരം തരേണ്ട കാരൊക്കെ കിട്ടിയിട്ടില്ല. കൊണ്ടുപോകുന്ന ആള് അത് തിരിച്ചേൽപ്പിക്കുമെന്ന് ആർക്കറിയാം എന്ന് ആ കച്ചവട സംഘം ആശങ്ക പങ്കിടുമ്പോൾ ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ തൗഫീഖിന്റെ നോട്ടം നോക്കാൻ കഴിഞ്ഞ പെണ്ണ്. ഈ ചർച്ച യാത്രാ സംഘത്തിൽ നടക്കുമ്പോ ആ പെണ്ണ് പറയാൻ, ആ പെണ്ണ് ഹബീബിനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടല്ല, ആ പെണ്ണ് പറയുകയാണ്, ആ ഒട്ടകത്തെ തെളിച്ചു പോകുന്ന ആള് നമ്മെ വഞ്ചിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ലെന്ന് അവിടുത്തെ മുഖം പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അതിന്റെ പ്രതിഫലം തരാതിരിക്കില്ല. അഥവാ തന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു എന്ന് പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുവാൻ വരെ ആ പെണ്ണിന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് കാണുമ്പോഴേക്ക് അവിടത്തെ മുഖഭാവങ്ങളിൽ നിന്ന് വടിഞ്ഞൊടുകിയ വിശുദ്ധ ഹിദായത്തിന്റെ പ്രഭ മഹാനായ റസൂലുള്ളാഹിയിൽ നിന്ന് ആ പെണ്ണിനെ ആസ്വദിക്കാൻ കഴിയുകയാണ്. മൻ റആ വജ്ഹക യസ്അദ് പരിശുദ്ധമായ ഖുർആനിന്റെ ഇതുപോലെയുള്ള ആശയപ്പൊരുളുകളാണ് സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഓതുന്ന മൗലിദുകളിലുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് റസൂലുള്ളാഹിന്റെ മുമ്പിലൊന്ന് കാണുന്നത് പോലും ഹിദായത്തിന്റെ കാരണമാണ്. തീർന്നില്ലല്ലോ, ആ ഹബീബിന്റെ പരിശുദ്ധമായ കൈയൊന്ന് തൊടാൻ ഭാഗ്യം ലഭിച്ചാൽ, ഹബീബിന്റെ പരിശുദ്ധമായ കൈത്തലത്തിന്റെ സ്പർശനം സിദ്ധിച്ച കാരണത്താൽ ഇസ്ലാമിലേക്ക് വന്ന സൗഭാഗ്യവാന്മാരെത്രയുണ്ട്. മക്കം ഫതഹിന്റെ ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ അധികാര പരിധിയിൽ വിശുദ്ധമായ മക്ക കടന്നു വരുമ്പോൾ ആ മക്കയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സകങ്ങളിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കുരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്.
പുറത്ത് ഇസ്ലാമിനോട് വെറുപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇസ്ലാമിനോടുള്ള വെറുപ്പ് ഹൃദയങ്ങളിൽ അടക്കി വെച്ച് ജീവിക്കുന്ന ആ മക്കയിലെ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനുണ്ട്. 16-കാരനായ അബൂ മഹ്ദൂറ എന്നാണ് പേര്. ആ 16-കാരനായ അബൂ മഹ്ദൂറ, അയാളുടെ സ്വഭാവം എന്താണ്? പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് തൗഹീദിന്റെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ അങ്ങാടിയുടെ പരിസരങ്ങളിൽ നിന്ന് ആ ബാങ്കൊലികളെ പരിഹസിച്ചുകൊണ്ട് ഏറ്റുപാടുകയാണ്. ആ ബാങ്കിന്റെ പദങ്ങൾ അങ്ങാടിയിൽ വെച്ച് പരിഹസിച്ചു പാടുന്ന പണിയാണ് 16-കാരനായ അബൂ മഹ്ദൂറക്കുള്ളത്. ആ അബൂ മഹ്ദൂറ ഇസ്ലാമിനെ പരിഹസിക്കുന്ന വിവരം റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുമ്പോൾ അബൂ മഹ്ദൂറ എന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചിന്തിച്ചതെന്താണ്? ആ പ്രബോധിതനായ അബൂ മഹ്ദൂറ എന്ന ശത്രുവിനെ എങ്ങനെ നന്നാക്കാൻ കഴിയണമെന്നാണ്. ആ ശത്രുവിനെ എങ്ങനെ നന്നാക്കാൻ കഴിയുമെന്നാണ് ചിന്തിച്ചത്. ഒരു പ്രബോധകന്റെ സ്വഭാവമാണത്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ട ഒരുമയാണത്. സഹോദരന്മാരെ, തന്റെ മുമ്പിലെത്തുന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് റസൂലുള്ള ചിന്തിച്ചത് ആയുധം കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല, അവനെയും നന്നാക്കണമെന്ന ഹിദായത്തിലേക്ക് അവനും എത്തിപ്പെടണമെന്ന വിശാല മനസ്സാണ്. അതാണൊരു ദഅവത്തിന്റെ ഫോർമുല. മഹാനായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ ഖമറുൽ ഉലമയും താജുൽ ഉലമയും ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത് കേവലം 6 ആളുകളിലൂടെയാണ്. ഇറങ്ങിപ്പോന്നപ്പോ 10-13 കേട് കഴിച്ചിട്ട് കിട്ടിയത് ബാക്കി 6 എണ്ണമാണ്. ഈ 6-ൽ നിന്ന് ആരംഭിച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രബോധന ശൃംഖലകൾ ഇന്ത്യ രാജ്യത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ നെടുനായകത്വമായി ചരിത്രത്തിൽ ഇടം നേടിയതെങ്ങനെയാണ്? തങ്ങളെ കല്ലെറിഞ്ഞപ്പോഴും പരിഹസിച്ചപ്പോഴും കൂക്കി വിളിച്ചപ്പോഴും കൊലപ്പെടുത്തിയപ്പോഴും കൂക്കി വിളിക്കുന്നവനും നന്നാകണം, തെറി പറയുന്നവനും നന്നാകണം, ആക്ഷേപിക്കുന്നവനും നന്നാകണം. അവിടെയൊക്കെ ആക്ഷേപിക്കുന്നവരുടെ സങ്കടം സഹിക്കാതെ അവിടുത്തെ അണികൾ നമ്മുടെ നേതൃത്വത്തിന്റെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞാൽ അവർക്കും അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമായ വിശാല മനസ്സ്. ആ മനസ്സാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പഠിപ്പിച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടെന്നതാ അബൂ മഹ്ദൂറയെ മുമ്പിലെത്തിക്കുമ്പോ ആ അബൂ മഹ്ദൂറയും നന്നാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇടപെട്ടത് എങ്ങനെയാണ്? ഹബീബിന്റെ പരിശുദ്ധമായ കയ്യങ്ങ് അബൂ മഹ്ദൂറയുടെ നെഞ്ചകത്തിലൂടെ തലോടുമ്പോൾ അബൂ മഹ്ദൂറക്ക് അവിടുന്ന് ആയത്തോതിക്കൊടുത്ത് വഅ്ള് പറയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അബൂ മഹ്ദൂറയോട് ശാസ്ത്രവും ദൈവചിന്തയും പഠിപ്പിക്കുന്നില്ല. കേവലം അബൂ മഹ്ദൂറയുടെ നെഞ്ചകത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൈത്തലങ്ങളുടെ സ്പർശനമങ്ങ് സിദ്ധിച്ചപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അബൂ മഹ്ദൂറ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടുന്ന് ആയത്ത് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നവരുണ്ടോ? അവിടത്തെ ഹദീസ് കേട്ട് വന്നവരുണ്ടോ? എന്നാൽ ആയത്തിന്റെയും ഹദീസിന്റെയും അകമ്പടി പോലുമില്ലാതെ ഹബീബിന്റെ കൈത്തലമൊന്ന് സ്പർശിച്ച ഭാഗ്യം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സഹോദരങ്ങളുടെ കഥയാണിത്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. അപ്പൊ പിന്നൊരു ചോദ്യമുണ്ട്. ആ ഖുർആനിൽ തന്നെ വേറൊരായത്തുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. എന്താണ് ആയത്തിന്റെ അർത്ഥം? നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന ആയത്തും നിങ്ങളാണ് ഹിദായത്തിലാക്കുന്നത് എന്ന ആയത്തും രണ്ടും ഖുർആനിലുണ്ട്. അത് രണ്ടും സ്വീകരിക്കുമ്പോഴാണ് സുന്നത്തി ജമാഅത്താകുക.
മാന്തളുടെ കണ്ണോല ഒരായത്തെടുക്കുമ്പോഴാണ് സുന്നത്തി ജമാഅത്ത് നിന്ന് പുറത്തു പോകുക. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഒന്ന്, അവിടുന്ന് അങ്ങേക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല, അപ്പുറത്ത് അങ്ങാണ് ഹിദായത്തിലേക്ക് കൊണ്ടുപോകുന്നയാളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും പരസ്പരം യോജിപ്പിച്ച് റസൂലുള്ള പറഞ്ഞ ആശയമുണ്ട്. വല്ലാഹു മുഅ്തി അന ഖാസിം ഖാല റസൂലുള്ളാഹി. നൽകുന്നവൻ അല്ലാഹുവാണ്, നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്, സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു നിർമ്മിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്ത എന്തൊരു നിഅമത്തുണ്ടോ ആ നിഅമത്ത് അല്ലാഹു തആല വിതരണം ചെയ്യുന്നത് റസൂലുള്ളാഹിയിലൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉടമക്കാരൻ അല്ലാഹുവാണ്, സൃഷ്ടാവ് അല്ലാഹുവാണ്, നിർമ്മാതാവ് അല്ലാഹുവാണ്, അധികാരി അല്ലാഹുവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് നിർമ്മിച്ചത്, അല്ലാഹു നിർമ്മിച്ചത്, അല്ലാഹു അധികാരപ്പെടുത്തിയത്, അല്ലാഹു സൃഷ്ടിച്ചത്, അവൻ വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആയത്ത് അങ്ങനെ ഒരുപാടുണ്ട്. സൂറത്ത് യാസീൻ മരിച്ചോടത്തോതാൻ മാത്രമല്ല, അല്ല അർത്ഥം പഠിക്കും കൂടിയും വേണമെന്ന് പറഞ്ഞ് നമ്മളെ മേക്കിട്ടെടുക്കുന്ന ആൾക്കാരുണ്ട് തെരുവിൽ. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിച്ചുപോയ ജീർണിച്ചുപോയ മനുഷ്യ ശരീരങ്ങളെ കുടിമാടങ്ങളിൽ നിന്ന് രണ്ടാമത് ആരാണ് ജീവൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അല്ലാഹു തആല തന്നെ ആരാണ് ജീവൻ കൊടുക്കുന്നത് എന്നതിന് മറുപടി നൽകുന്നുണ്ട്. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഖുൽ നബിയേ, അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. ജീർണിച്ചുപോയ, നശിച്ചുപോയ, നുരുമ്പിപ്പോയ മനുഷ്യന്റെ ശരീരങ്ങള്, അല്ലെങ്കിൽ ജീവികളുടെ ശരീരങ്ങള് ആ കുഴിമാടങ്ങളിൽ നിന്ന് പുനഃസൃഷ്ടിക്കുന്നതാരാ? ഖുൽ നബിയേ പറഞ്ഞോളൂ. ഖുൽ അല്ലദീ അൻശാഹാ മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആ മനുഷ്യ ജന്മങ്ങളെ പ്രഥമമായി ആരാണോ പടച്ചു വെച്ചത്, ആരാണോ ആ ജീവജാലങ്ങൾക്ക് പ്രാഥമികമായി ജീവൻ നൽകിയത്, ആ നൽകിയ അല്ലാഹുവല്ലാതെ ഒരിക്കലും മറ്റൊരു ജീവിക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല. ഇത് ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ തന്നെ മറ്റൊരായത്തുണ്ട്, സൂറത്തു ആൽ ഇംറാനിൽ. എന്താണ് ആയത്ത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. അതാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്, അന ഉഹ്യിൽ മൗതാ, മരിച്ചവർക്ക് ഞാൻ ജീവൻ കൊടുക്കുമെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ജീവൻ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. സൃഷ്ടിക്കപ്പെട്ട ജീവൻ വിതരണം കാരണങ്ങളുണ്ട്. അത് മുഅ്ജിസത്താവാം, കറാമത്താകാം. ഒരിക്കലും സൂറത്ത് യാസീനിലെ ആയത്തിന് മുഹീദ്ദീമാല എതിരല്ല. കോഴിയിടമുള്ളോട് കൂവെന്ന് ചൊന്നാര് കൂശാതെ കൂക്കി പറപ്പിച്ചു വിട്ടോവാർ. അതേ കോഴിയുടെ മാംസമൊക്കെ തിന്നിട്ട് എല്ലിനോട് പാറാൻ പറഞ്ഞപ്പോ ശൈഖ് ജീലാനി തങ്ങളുടെ കറാമത്തിന്റെ പവർ കൊണ്ട് കോഴി പറഞ്ഞില്ലേ? ഇത് സൂറത്ത് യാസീനിന് എതിരല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് അവർക്ക് ആയത്ത് മനസ്സിലായിട്ടില്ല. ഒന്ന് ഔലിയാക്കൾ കാണിക്കുന്ന കറാമത്താണ്. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട്, എന്നാ പിന്നെ എന്താണ് മമ്പറം മക്കാമിലെ നേർച്ചപ്പെട്ടി എങ്ങനെയാ കള്ളം കൊണ്ടുപോയത്? എങ്ങനെയാണ് മറ്റേ മക്കാമിലെ നേർച്ചപ്പെട്ടി കള്ളം കൊണ്ടുപോയത്? എന്തേ അത് ഔലിയാക്കള് കാക്കാഞ്ഞെന്ന? അത് യുക്തിവാദമാണ്. പള്ളിപ്പെട്ടിയും കള്ളം കൊണ്ടുകൊണ്ടുണ്ട്, അള്ളാഹ്ക്ക് കാക്കാൻ കഴിയിട്ടല്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവുകൾ ഇസ്ലാമിന്റെ മസ്ലഹത്തും ഗുണവും നോക്കിയിട്ട് അവർ കൈകാര്യം ചെയ്യും. കറാമത്തും മുഅ്ജിസത്തും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ചെലവാക്കാനുള്ളതല്ല. കാര്യപ്പെട്ട സംഗതി കാര്യപ്പെട്ടോടത്തേ ചെലവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ അമ്മക്കൊന്നും അള്ളാഹ് കറാമത്ത് തരാഞ്ഞേ. അർത്ഥ കോഴിക്ക് ജീവൻ കൊടുക്കാനുള്ള ഒരു കറാമത്ത് അള്ളാഹ് എനിക്കോ അങ്ങക്കോ തന്നൊക്കെയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച നമ്മൾ കോഴി വാങ്ങുള്ളൂ. മരിച്ചോൾ ആ കോഴിമുണ്ടാവും. നമ്മൾ അർക്കും തിന്നും പറത്തും. അടുത്ത വെള്ളിയാഴ്ച അർക്കും തിന്നും പറത്തും. അതേ സമയത്ത് ഔലിയാക്കള് ദീനിന്റെ മസ്ലഹത്തിനാണ് അത് ചെലവഴിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇരിക്കട്ടെ, റസൂലുള്ള നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ.
അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച സന്തോഷങ്ങളുടെ വിതരണം അവിടുന്ന് നിർവഹിക്കുകയാണ്. അവിടത്തെ നോക്കുന്നത് പോലും ഹിദായത്തിന്റെ കാരണമാവുകയാണ്. അവിടത്തെ സ്പർശനം പോലും ഹിദായത്തിന്റെ കാരണമാകുന്നു. എങ്കിൽ അള്ളാന്റെ ഹബീബിനെ കണ്ടാൽ തന്നെ ഹിദായത്ത് കിട്ടുമെങ്കിൽ ഹിദായത്തിലാകേണ്ട ആള് അബൂജഹലല്ലേ? എത്ര വട്ടം കണ്ടിട്ടുണ്ട് അബൂജഹൽ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ എത്ര വട്ടം നടന്നിക്കണേ? ആള് മുസ്ലിമായില്ലല്ലോ. എന്തേ കാരണം സഹോദരങ്ങളെ? തെളിവ് കിട്ടാത്തത് കൊണ്ടല്ല, റസൂലുള്ളാനെ കാണാത്തത് കൊണ്ടല്ല, റസൂലുള്ളയുമായി ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടല്ല, അള്ളാന്റെ ഹബീബിന്റെ ചൂണ്ടുവിരലിന്റെ ആജ്ഞാനുവർത്തിയായി നിന്നുകൊണ്ട് വാനലോകത്ത് രണ്ടായി പിളർന്ന ചന്ദ്രന്റെ പിളർപ്പ് കാതങ്ങൾക്കിപ്പുറം കേരളത്തിൽ ചേരമാൻ പെരുമാളെന്ന മുസ്ലിം ചക്രവർത്തി കണ്ടുകൊണ്ട് ആ ചക്രവർത്തി അറേബ്യയിലേക്ക് പോയില്ലേ? അള്ളാന്റെ റസൂലിനെ സ്വീകരിക്കുവാനും ഷഹാദത്ത് പറയാനും താജുദ്ദീനായി സ്വർഗാവകാശിയാകാനും സ്വഹാബിയാകാനും കാതങ്ങൾക്കിപ്പുറം വെച്ച് ഹബീബിന്റെ ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് ചേരമാൻ പെരുമാളിന് താജുദ്ദീനാകാൻ കഴിഞ്ഞെങ്കിൽ അബൂജഹലിന്റെ മുമ്പിൽ വെച്ചത് കണ്ട ഹബീബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബിൽ നിന്ന് വഴിഞ്ഞൊഴുകിയ വിശുദ്ധ ദൃഷ്ടാന്തങ്ങള് നേർരേഖയായി കാണാൻ കഴിഞ്ഞ അബൂജഹലിന് ഒരിക്കലും അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, അതനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? ആ തെളിവുകളോടും ദൃഷ്ടാന്തങ്ങളോടും അവർ സ്വീകരിച്ച സമീപനത്തിലെ കുഴപ്പങ്ങളാണ്. അവർ അതിനെ സമീപിച്ചത് നല്ല മനസ്സോടെയല്ല. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ഖുർആനിന്റെ മാധുര്യവും മാസ്മരീകതയും പരിപൂർണമായി ആസ്വദിക്കാൻ കഴിയുന്നവരാണ് 6-ാം നൂറ്റാണ്ടിലെ അറബികൾ. അവർക്കറിയാം ഖുർആനിന്റെ സൗന്ദര്യം, അവർക്കറിയാം ഖുർആനിന്റെ മാധുര്യം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഖുർആൻ ഓതിയാൽ ഹബീബിന്റെ ചുണ്ടുകളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വിളംബരം വഴിഞ്ഞൊഴുകിയാൽ അതാ അറബികൾ ഒന്നടങ്കം ഹബീബിന്റെ ചാരത്തേക്ക് ഓടി വന്നു, ഹബീബിന്റെ ചാരത്ത് വന്നണഞ്ഞു. ആ ഹബീബിന്റെ ചുണ്ടിൽ നിന്നോതപ്പെടുന്ന ഖുർആൻ ഒന്ന് കേട്ടാൽ കേട്ടവൻ മുഴുവനും അതിന്റെ ആളായി മാറുന്നത് കണ്ടപ്പോ മക്കയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ അബൂജഹൽ, അവരുടെ അന്നത്തെ കൂട്ടാളിയായിരുന്ന അബൂ സുഫിയാൻ, അന്നത്തെ സഖ്യകക്ഷിയായിരുന്ന അഖ്നസ് തുടങ്ങിയ നാട്ടുമാടമ്പിമാര് മക്കയിൽ യോഗം ചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇനി ആരും റസൂലുള്ളാഹിയുടെ അടുത്തുപോയി ഖുർആൻ ഓതി കേട്ടുകൂടാ, ആരും ഖുർആനിന്റെ അടുത്ത് പോയിക്കൂടാ. അത് ഒത്തു കേൾക്കാൻ പോയതാണ്. ഇത് കണ്ടപ്പോ അബൂജഹൽ പറഞ്ഞു, പോയത് പോയി, ഇനി നമ്മൾ പോകരുത്. കാരണം നമ്മൾ പോണത് കണ്ട് സാധാരണക്കാര് പോകും. സാധാരണക്കാര് പോയാൽ നമ്മൾ പോയാലും നമ്മൾ അപ്പുറം ചാടൂല. കാരണം നമ്മൾ ഇപ്പുറത്ത് വാശി പിടിക്കാൻ വേറെ ചില കാരണമുണ്ട്. നമ്മൾ ഇതേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതേ പറ്റുള്ളൂ എന്നുള്ള ചില വാശിയോ തെറ്റിദ്ധാരണയോ. നേരെ മറിച്ച് സാധാരണക്കാർക്ക് അങ്ങനെയല്ല. ഓൽക്ക് നല്ല ഖുതുബ വേണം, നല്ല ജുമുഅ നടക്കണോ, നല്ല സൽക്രമങ്ങൾ ചെയ്യണം, നല്ല സംഗതികൾ ചെയ്യണം, അത്രേ സാധാരണക്കാർക്കുള്ളൂ. അതുകൊണ്ട് അവരങ്ങോട്ട് പോയാൽ പിന്നങ്ങോട്ട് തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് പോയത് പോയി, ഇനി ഓത്ത് കേൾക്കാൻ പോകരുത് എന്ന് അബൂജഹൽ പറയണം. പോണ്ടാന്ന് തീരുമാനിച്ച് മൂന്നാളും പെരീക്ക് പോയി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ വൈകുന്നേരമായപ്പോ അബൂജഹലിന് ഓത്ത് കേക്കായിട്ട് ഒരു പൊറുതിയുടെ. തലേ ദിവസത്തെ ഇതുപോലെ അബൂജഹൽ ഒരു ഊടുവഴിക്ക് പുറപ്പെട്ടു. മറ്റൊരു വഴിയിലൂടെ അഖ്നസും പുറപ്പെട്ടു, വേറൊരു വഴിയിലൂടെ അബൂ സുഫിയാനും പുറപ്പെട്ടു. തലേ ദിവസം നടന്നത് പിറ്റേ ദിവസം നടന്നു. അങ്ങാടിന്ന് കാണാൻ എവിടുന്ന? അവിടുന്ന് തന്നെ. എവിടുന്ന? അവിടുന്ന് തന്നെ. നമ്മളെ നാട്ടില് കുട്ടികൾക്ക് കുളത്തിലിറങ്ങിയിട്ട് ഒരു മത്സരമുണ്ട്, വള്ളത്തിന്റെ അടിയിൽ ആരാ തോന നിൽക്കാൻ. അതിലാരും തോൽക്കലില്ല. ഓൻ തല പൊന്തിച്ചുമ്പോ ഇപ്പം താത്തും, ഇപ്പം പൊന്തിച്ചുമ്പോ ഓൻ താത്തും, അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണ്. ഇതുപോലുള്ള കളിയാണ് അബൂജഹലും ടീമും നടത്തുന്നത്. സഹോദരന്മാരെ, രണ്ടാമത്തെ ദിവസം പറഞ്ഞു, പോയത് പോയി, ഇനി പോകണ്ട. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിക്കുകയാണ്. മൂന്നാമത്തെ ദിവസം ഇത് ആവർത്തിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഉറപ്പിച്ചു പറഞ്ഞു, ഇനി പോകല് നടക്കൂല.
തീരുമാനിച്ച് പിരിഞ്ഞു. 4ാമത്തെ ദിവസം ആ വൈക്കാരും പോയില്ല. അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഈ ടെൻഷൻ അടിച്ച് ബോറടിച്ച് അഹ്നസ് ഇങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങുമ്പോണ്ട് വഴിവക്കിൽ അബൂ സുഫിയാനോട് അഹ്നസ് കണ്ടപ്പോ ചോദിച്ചു, അല്ല ചങ്ങാതി, നമ്മളിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാലും സംഗതി എന്തേലൊക്കെ നല്ലത് ചെയ്യണുണ്ടല്ലോ പോലും അല്ലേ? നമ്മളിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഓത്തിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? ബാക്കിയൊക്കെ പോട്ടെ, അതിനെപ്പറ്റി എന്താണ് എന്റെ അഭിപ്രായം എന്ന് അഹ്നസിനോട് ചോദിച്ചപ്പോ അഹ്നസ് പറഞ്ഞു, ഫമാ തഖൂലു അൻത. ഇതെന്തിനാ ചോദിക്കണേന്ന് അറിയില്ലല്ലോ. ചിലപ്പോ ക്ലിപ്പ് മുറിച്ചാൻ വിളിച്ചേക്കാരം, അല്ലെങ്കിൽ എന്തേലും അങ്ങോട്ട് ഒപ്പിച്ചാൻ വേണ്ടി വിളിച്ചേക്കാരം. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ പറയേണ്ടത് അവിടെ പറയാതെ ഓനെക്കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിച്ചാ പിന്നെ അതും ക്ലിപ്പാക്കി മുറിച്ചൂലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, അബൂ സുഫിയാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, ഫമാ തഖൂലു അൻത, അന്റെ അഭിപ്രായം എന്താ കഴിഞ്ഞ ദിവസം കേട്ട ഓത്തിനെ പറ്റി എന്ന് അങ്ങോട്ട് അഹ്നസിനോട് ചോദിക്കുമ്പോൾ അഹ്നസ് പറഞ്ഞു, സംഗതി ഇപ്പൊ നമ്മൾ ഒറ്റക്കൊള്ളുമല്ലോ, നമ്മൾ ഒറ്റക്കൊള്ളൂ, ഉള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഓത്ത് അത് നമ്മൾ പറയുന്ന കുട്ടിച്ചാത്തനും മാരണമൊന്നും അല്ല, അത് മറ്റെന്തോ മാസ്മരീകതയാണ്, മാധുര്യമാണ്, മറ്റെന്തോ ഒരു വിശുദ്ധ വാക്യമാണെന്നവർ സമ്മതിക്കുകയാണ്. അങ്ങനെ അബൂജഹലും അഹ്നസും തീരുമാനിച്ചു, ഏതായാലും ആയില്ലേ. അബൂ സുഫിയാനും അഹ്നസും തീരുമാനിച്ചു, ഏതായാലും ആയില്ലേ, നമ്മൾ അബൂജഹലിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. അബൂജഹലിനെ പാകായി കിട്ടോ, നമ്മളെ ഈ അഭിപ്രായം അബൂജഹലിനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രണ്ടാളുകളും സഹോദരന്മാരെ അഹ്നസും അബൂ സുഫിയാനും അബൂജഹലിന്റെ അടുത്ത് പോയിട്ട് ഇതേ ചോദ്യം ചോദിക്കുകയാണ്. യാ അബൽ ഹക്കം, അബൂജഹലെ, സംഗതി ഇപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ നിർത്തിക്കണേ, എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ ആ കേട്ട ഓത്തിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം? യെസ് ഓർ നോ പറയാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. അബൂജഹൽ അതിനെ പറ്റിയൊരു ഒരു അറഫ് പറഞ്ഞില്ല, അവിടെ ഒരു വിശദീകരണം നടത്തി അബൂജഹൽ. എന്താണ് അബൂജഹൽ വിശദീകരണത്തിൽ പറയുന്നത്? പഴയ കാലത്തുണ്ടായ കുറെ ഫിത്ന ഫസാദ്. എന്താ ചോദ്യം? കേട്ട ഓത്തിനെ പറ്റിയാണ്. എന്തിനാ ഞാനിത് പറയുന്നത്? അബൂജഹലിന്റെ മുന്നിൽ തെളിവാജരാക്കപ്പെട്ടപ്പോൾ അബൂജഹൽ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ അവിടത്തെ ഗ്രൂപ്പും അബ്ദുമനാഫിന്റെ ഗ്രൂപ്പും ഒരു തറവാട്ടിന്ന് വിവിധ ബാപ്പപ്പാര് വഴിക്ക് പിരിഞ്ഞു പോന്ന 2 ടീമാണ്. ഞങ്ങൾ പിരിഞ്ഞു പോന്നതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ നല്ലേൽക്ക് നിന്നിട്ടില്ല, നിരന്തരമായ ഫൈറ്റിങ്ങിലാണ്, നിരന്തരമായ മത്സരത്തിലാണ്. എന്താണ് ഞങ്ങളെ മത്സരം? അവരാണോ ഉഷാറ്, ഞങ്ങളാണോ ഉഷാറ് എന്നതാണ് മത്സരം. ആ മത്സരത്തിന്റെ പേരിൽ അബ്ദുമനാഫിനോട് ഞങ്ങൾ മത്സരിക്കുമ്പം തർക്കിക്കുമ്പോ അത്അമു ഫഅത്അംനാ, അവര് വല്ല ഭക്ഷണം കൊടുത്താൽ ഞങ്ങളും കൊടുക്കും, അവര് വല്ല റിലീഫും നടത്തിയാൽ ഞങ്ങളും നടത്തും. വഹമലൂ വഹമൽനാ, അവർ വല്ല അവർ വല്ല സാന്ത്വനം നടത്തിയാൽ, അവർ ജനങ്ങൾക്ക് വല്ല സഹായങ്ങളും ചെയ്താൽ ഞങ്ങളും ചെയ്യുകയാണ്. അവർ ജനങ്ങൾക്ക് വല്ലതും നൽകിയാൽ ഞങ്ങളും ജനങ്ങൾക്കിടയിൽ മോശമാകരുതെന്ന് കരുതി ഞങ്ങളും കുറെയൊക്കെ ചെയ്യുകയാണ്, നൽകുകയാണ്, സഹായിക്കുകയാണ്. അങ്ങനെ ചെയ്തും സഹായിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ അബ്ദുമനാഫുകാര് ഞങ്ങളോട് പറയും, വെറുതെ ഞങ്ങളെ പിന്നാലെ മുട്ടുംകാല് പൊട്ടിച്ചു മണ്ടണ്ട, ഞങ്ങൾക്ക് അള്ളാഹു തന്നൊരു പവറുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹു തആല തരാൻ പോകുന്ന ഒരു പോരിശയുണ്ട്. ആ പോരിശയിലേക്ക്, പവറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. എന്താണ് അബ്ദുമനാഫുകാര് പറയുന്ന പോരിശ? അതെ, അവര് പറയുകയാണ്, വഫീനാ നബിയ്യുൻ യഅ്തീൽ വഹയ്യു മിനസ്സമാ, വാനലോകത്തിൽ നിന്ന് അല്ലാഹു തആല വഹി ഇറക്കപ്പെടുന്ന ഒരു നബി ലോകത്ത് വരാനുണ്ട്. ഈ ലോകത്തൊരു പ്രവാചകന്റെ സാന്നിധ്യം വരാനുണ്ട്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഇടയാളരായി ഒരു റസൂലിനെ അള്ളാഹു അയക്കാൻ പോകുന്നുണ്ട്. ആ റസൂല് അള്ളാഹു അബ്ദുമനാഫിലാണ് നിശ്ചയിക്കുന്നത്. ആ റസൂലിനെ ഞങ്ങൾക്കാണ് അള്ളാഹു തരുന്നതെന്ന് പലപ്പോഴും ആവർത്തിച്ച അബ്ദുമനാഫാര് ഞങ്ങളോട് ഡയലോഗ് അടിക്കാറുണ്ട്. പക്ഷേ
സഹോദരന്മാരെ, നിങ്ങളൊക്കെ ബക്കറ്റുമായി പ്രവർത്തകർ കുട്ടികൾ വരും. കയ്യിലുള്ള സ്വതക്ക നന്നായി ചെയ്യണം. നമ്മുടെ ഈ സ്ഥാപനം യാതൊരു വരുമാനമില്ലാത്ത സ്ഥാപനമാണ്. നാട്ടിലും മറുനാട്ടിലുമുള്ള ഒരുപാട് മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ ഒരു മാസം 1 ലക്ഷത്തോളം വരുന്ന ചെലവ് നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട്. മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണവും ശമ്പളവും ഒക്കെയായി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ധാരാളം സഹോദരന്മാരും സഹോദരിമാരും അമ്പാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലപ്പോഴും ഉമ്മമാര് അത് പല വിഷമങ്ങളുണ്ടാകുമ്പോൾ ദ്വാരക്കാൻ പറഞ്ഞു പഞ്ചാര തരുന്നവരുണ്ട്, തേങ്ങ തരുന്നവരുണ്ട്, അതുപോലെ മറ്റു സ്വതക്കകൾ ചെറുതും വലുതുമായി എത്തിക്കുന്നവരുണ്ട്. ഈ മഹല്ലത്തിലും സാധുക്കൾ ജീവിക്കുന്ന പ്രദേശമാണ്. കോളനി നിവാസികളായ വളരെ പരമസാധുക്കളായ കൂലിവേല ചെയ്യുന്ന മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ. എന്നാലും അവർ പലപ്പോഴും ഇവിടെ വന്നുകൊണ്ട് പല സ്വതക്കകളും നേർച്ചകളും നൽകി സഹായിക്കുന്നവരാണ്. അള്ളാഹു അവർക്കൊക്കെ ഖൈറ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ കയ്യിലുള്ളൊരു സ്വതക്ക ചെറുതായാലും വലുതായാലും ചെയ്യാൻ പറ്റിയത് ചെയ്ത് സഹായിക്കണം. അള്ളാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അബൂജഹലിനോട് കേട്ട ഓത്തിനെ പറ്റി ചോദിച്ചപ്പം പറഞ്ഞ വിശദീകരണമാണ്. ഞങ്ങൾ വലിയ തർക്കത്തിലാണ്. ആ തർക്കത്തിൽ അവസാനം അബ്ദുമനാഫർ ഞങ്ങളോട് പറയുന്ന വർത്താനം, ഞങ്ങൾക്ക് അല്ലാഹു തആല തരുന്നൊരു പോരിശയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. കാരണം എന്താണ്? ഞങ്ങളിലാണ് അല്ലാഹു തആല നബിയെ തരുന്നതെന്ന് പറയുമ്പോ അബൂജഹൽ ഇത് പറയുമ്പോ നമ്മൾ അത്ര കാര്യാക്കിയില്ല. ആ നബി അവിടെ വരുന്ന നമ്മൾ ഒരിക്കൽ പോലും ഉറക്കത്തിൽ പോലും കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്ര ധൈര്യമായിട്ട് അവിടെ സാധനമുണ്ട്, അത് ബർക്കത്തുള്ളതാണ്, അത് ക്ലിയർ ആണ്, അത് പരമ്പര ഉള്ളതാണ്, അത് ലോകത്തെ മുസ്ലിങ്ങളൊക്കെ ബർക്കത്തെടുക്കുന്നതാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട്? അത് ഇവിടെ എത്തുന്ന നമ്മൾ ഒരിക്കലും കരുതിയില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അത് ഇവിടെ തന്നെ വന്നുപോയി. അബ്ദുമനാഫാർ ആവർത്തിച്ച് ഞങ്ങളോട് അവകാശപ്പെട്ടിരുന്ന ആ നബിയുടെ സാന്നിധ്യം, ആ നബി ഞങ്ങളിൽ തന്നെ വന്നുപോയി. ഇനി തോൽക്കാതെക്കാൻ എന്താണ് മാർഗം? അബ്ദുമനാഫിന്റെ മുന്നിൽ ചെറുതാകാതിരിക്കാൻ എന്താണ് മാർഗം? ലാ നുഅ്മിനു വലാ നുസദ്ദിഖുഹു അബദാ. ആ വന്നത് നബിയല്ലെന്ന് പറയണം. ആ വന്ന നബിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് പറയണം. ആ വന്ന നബിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയണം. അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ച ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കിപ്പോലും ഹിദായത്ത് സിദ്ധിച്ച മനുഷ്യർക്ക് ഹിദായത്ത് ലഭിച്ചപ്പോ അബൂജഹലിനെ പോലെയുള്ള ഹതഭാഗ്യർക്കത് ലഭിച്ചില്ല. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഹബീബിന്റെ പുന്നാര നബുവത്തിന്റെ നാക്കുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പോലും ഹിദായത്തിന്റെ കാരണങ്ങളാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാക്കുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പോലും അവന്റെ അടിമകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കാരണമാണ്. അള്ളാഹുവിന്റെ അടിമകൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള കാരണങ്ങളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ ഹബീബ് ഹിജ്റ പോയ ശേഷവും മക്കക്കാരുടെ തൊഴില് അള്ളാന്റെ ഹബീബിനെ ശല്യപ്പെടുത്തലാണ്. സ്വൈരമായി സൃഷ്ടാവിന് സുജൂദ് ചെയ്യുവാനും ആരാധന നിർവഹിക്കുവാനും നിർഭയത്വമുള്ള മദീനയിലേക്ക് നിരായുധനായി എല്ലാം വലിച്ചെറിഞ്ഞ് കടന്നുപോയ ഹബീബിനെയും അനുയായികളെയും മദീനയിലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത മക്കക്കാർ ഹബീബിനെ ശല്യപ്പെടുത്താൻ വേണ്ടി മക്കയിൽ നിന്ന് ചില മുഴുഭ്രാന്തന്മാരെയും പോക്കിരികളെയും മദീനത്തേക്ക് വിടാൻ. ആ കൂട്ടത്തിൽ ഒരുക്ക പോയ ആളാണ് സൈദുനിൽ ഖബീസ്. സൈദുനിൽ ഖബീസ് എന്ന് പറഞ്ഞ പേരെന്നെ തമ്മാടി സൈദ് എന്ന പേര് കേട്ടാൽ തന്നെ ആളെ കോലെന്ത് എന്നുള്ളത് നമുക്ക് പിടുത്തം കിട്ടും. നാട്ടുകാർ കൊടുത്ത പേരാണ് ഖബീസ്. ഉമ്മട്ട പേര് സൈദ് എന്നാണ്. ഉമ്മിയും ബാപ്പിയിട്ട പേര് മരിച്ചനോടുകൂടെ മാറിയാലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓവുകാലത്തുമൊന്നും കിട്ടുന്ന പേര് മരിച്ചാലും ബാക്കിയോ. അങ്ങനെ കിട്ടിയ പേരാണ് സൈദിന് ഖബീസ്. ആ സൈദുനിൽ ഖബീസ് അള്ളാഹുവിന്റെ ഹബീബിനെ ശല്യപ്പെടുത്താൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് അതാ സൈദെത്തുമ്പോൾ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നോട് അപരിഷ്കൃതമായി പരുഷമായി ഇടപെട്ടുകൊണ്ട് കടന്നു വരുന്ന സെയ്ദ് എന്ന് പറയുന്ന ശത്രു തന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹസമൃദ്ധമായ സ്വരം കൊണ്ട്, സന്ദേശം കൊണ്ട്, സ്വഭാവം കൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന പരുഷ സ്വഭാവിയായ സെയ്ദിനോട് പെരുമാറുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സെയ്ദിനോട് ചോദിക്കാണ്. സെയ്ദിനോട് ഹബീബ് ചോദിച്ചു, എന്താണ് പേര്? സെയ്ദ് പറഞ്ഞു, എന്റെ പേര് സെയ്ദുനിൽ ഖബീസാൻ. തമ്മാടി സെയ്ദ് എന്നാണ് എന്റെ പേര്. മൂപ്പര് അതാണ് അങ്ങാടി എന്ന് കേട്ട് പരിചയമായത്. അതങ്ങനെ പറഞ്ഞു, എന്റെ പേര് സെയ്ദുനിൽ ഖബീസാൻ. ഹബീബിന്റെ മുന്നിൽ അങ്ങനെ ഒരു പ്രയോഗം സെയ്ദ് നടത്തിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ്? സെയ്ദേ, ഇന്നു മുതൽ നിങ്ങൾ ഖബീസല്ല, ഇന്നു മുതൽ നിങ്ങൾ സെയ്ദുൽ ഖൈറാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അവിടത്തെ നബുവത്തിന്റെ നാക്കുകൊണ്ടൊരു മൊഴിയെ അവിടുന്ന് നടത്തിയുള്ളൂ. ഹബീബ് തന്റെ ചുണ്ടുകളെ കൊണ്ട്, നാക്കുകൊണ്ട് ഖൈർ എന്ന് പറഞ്ഞ സെയ്ദിന് പിന്നെ കലിമ പറയാതിരിക്കാൻ കഴിയോ? ഹബീബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സെയ്ദാ പരിശുദ്ധ ഷഹാദത്തിന്റെ കലിമ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് നമുക്കുള്ള റസൂലാണ്. അവിടത്തേതിലൂടെയാണ് അല്ലാഹു നമുക്കെല്ലാം നൽകിയത്. നമ്മുടെ ആത്യന്തിക വിജയത്തിന്റെ, ഭൗതിക ആഖിറ വിജയത്തിന്റെ നിദാനമാകുന്ന ഹിദായത്ത് അവിടത്തേതിലൂടെയാണ് നൽകപ്പെട്ടത്. ഭൗതികമായ വിജയങ്ങൾ നൽകപ്പെട്ടതും ഹിദായത്ത് നൽകപ്പെട്ടതും അവിടത്തേതിലൂടെ തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, റസൂലുള്ളാനെ കാണേണ്ടതുപോലുമില്ല, റസൂലുള്ളാനെ തൊടേണ്ടതുപോലുമില്ല. അള്ളാന്റെ റസൂലിന്റെ കൈ തൊട്ടത് വല്ലതും തൊടാൻ ഭാഗ്യം ലഭിച്ചാലും അത് ഹിദായത്തിന്റെ കാരണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുനാഫിഖീങ്ങളുടെ നേതാവായി ജീവിച്ച ആളാണ് ഉബയ്യ് ഇബ്നു സലൂൽ. ആരാണ് സഹോദരന്മാരെ മുനാഫിഖുകൾ? കാഫിറിന് പ്രത്യേകമായ വേദഗ്രന്ഥങ്ങളുണ്ട്, കാഫിറിന് പ്രത്യേകമായ ദേവാലയങ്ങളുണ്ട്, കാഫിറിന് കുഫ്രിയത്തിന്റെ അടയാളങ്ങളായി അവന്റെ ജീവിതത്തിൽ അവന്റെ സംസ്കാരങ്ങളുണ്ട്. മുസ്ലിമിന് മുസ്ലിമിന്റെ അടയാളങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. എന്നാൽ മുനാഫിക്കിന്റെ അടയാളം എന്താണ്? മുനാഫിക്കിന് പ്രത്യേകമായ വേദഗ്രന്ഥങ്ങളില്ല, മുനാഫിക്കിന് പ്രത്യേകമായ അടയാളങ്ങളില്ല. ആ മുനാഫിക്ക് നമ്മൾ പിടിക്കുന്ന ഖുർആൻ പിടിക്കുന്നവരാണ്, നമ്മൾ പറയുന്ന കലിമ പറയുന്നവരാണ്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. അതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാക്കുകൊണ്ട് പറയുന്നവനാണ് മുനാഫിഖ്. ഹബീബിന്റെ ചാരത്ത് വരുന്നവനാണ് മുനാഫിഖ്. നിസ്കാരങ്ങളിലും മറ്റ് കർമ്മങ്ങളിലും കാണപ്പെടുന്നവനാണ് മുനാഫിഖ്. ആ മുനാഫിഖിനെ തിരിച്ചറിയാൻ ഖുർആൻ ഒരു അടയാളം നമുക്ക് തന്നിട്ടുണ്ട്. ആമിനൂ കമാ ആമനന്നാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ പറയാ മാത്രല്ല, ആ കലിമയുടെ ആധ്യാത്മിക ആശയങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് നെഞ്ചകത്തിൽ ഏറ്റെടുത്തത്, അതുപോലെ വിശ്വസിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ് സ്വഹാബികളെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ അതിന് സന്നദ്ധനാകാത്ത കപടനാണ് മുനാഫിഖ്. ആ മുനാഫിക്കിന്റെ അന്നത്തെ കാലത്തെ നേതാവാണ് ഉബയ്യ് ഇബ്നു സലൂൽ. ആ ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ നല്ല സ്വഹാബിയാണ്. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വരുന്ന ഉബയ്യ് അവിടുന്ന് തിരിച്ചു പോയാ പിന്നെ റസൂലുള്ളാനെ നിന്ദിക്കുന്നവനാണ്, റസൂലുള്ളാനെ നിസാരപ്പെടുത്തുന്നവനാണ്. ഇത് സഹിക്കാൻ കഴിയാത്ത തന്റെ മകനാകുന്ന സ്വഹാബി റസൂലുള്ളാന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആവലാതി പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത്, അഖ്തുലു അബീ യാ റസൂലല്ലാഹ്,
അള്ളാന്റെ ഹബീബേ, അങ്ങയുടെ മുമ്പിന്ന് പോയാ പിന്നെ അങ്ങയെ നിസ്സാരപ്പെടുത്തുന്ന, അങ്ങയെ നിന്ദിക്കുന്ന ഉബൈ എന്ന് പറയുന്ന എന്റെ ഉപ്പയുണ്ടല്ലോ തങ്ങളെ, ആ ഉപ്പയുടെ തല ഞാൻ വെട്ടിട്ട് നബിയേ. പ്രവാചകനെ നിന്ദിക്കുന്ന പിതാവിന്റെ തലയറുക്കാനുള്ള പെർമിഷൻ തേടി പ്രവാചകന്റെ സന്നിധാനത്തിലെത്തുന്ന ഉബയ്യനോട് അള്ളാന്റെ റസൂല് പറയുന്നു, ബാപ്പാനെ ദ്രോഹിച്ചുകൂടാ, ബാപ്പാന്റെ തല വെട്ടിക്കൂടാ. ബാപ്പാന്റെ തലവെട്ടി ബാപ്പാനെ ശരിപ്പെടുത്താൻ ഹബീബ് സമ്മതിക്കൂലെങ്കിൽ ഹബീബ് നന്നാകാൻ പറ്റുമോ നോക്കണം. ഹബീബ് നന്നാകാൻ വല്ല വഴിയുണ്ടോ? അങ്ങനെ ഉബയ്യിന്റെ മകൻ പറയുന്നു ഹബീബിനോട്, നബിയെ, എന്നാ പിന്നെ എന്റെ ബാപ്പാക്ക് ഹിദായത്ത് കിട്ടണം, എന്റെ ബാപ്പാക്ക് ഹിദായത്ത് കിട്ടണം, എന്റെ ബാപ്പ നന്നാകണം നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ മുനാഫിഖാകുന്ന ബാപ്പക്ക് ഹിദായത്തിന്റെ പ്രകാശം ലഭിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതെന്ത്? അവിടത്തെ വിശുദ്ധമായ കൈത്തലങ്ങളിൽ നിന്ന് വുളു എടുക്കുമ്പോൾ ഒഴുകിപ്പോകുന്ന വെള്ളമുണ്ടല്ലോ, സാധാരണക്കാരായ ഞാനും നിങ്ങളുമൊക്കെ വുളു ചെയ്യുമ്പോൾ രണ്ടാമതൊരു ശുദ്ധീകരണത്തിനു പറ്റാത്ത വെള്ളമായി നമ്മൾ എഴുതിത്തള്ളുന്ന വെള്ളം, സമാനമായ വെള്ളം ഹബീബിന്റെ കയ്യിൽ നിന്നൊഴുകിയാൽ അത് പുണ്യമുള്ളതാവുക, അതേ ബാപ്പാക്ക് ഹിദായത്തിന് കാരണമാവുകയാണ്. ആ സ്വഹാബിയോട് ആവശ്യപ്പെടുന്നത്, അങ്ങ് വുളൂ ചെയ്യുമ്പോ അങ്ങയുടെ കൈകളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന വിശുദ്ധ വെള്ളമുണ്ടല്ലോ നബിയേ, ആ വെള്ളം എന്റെ ബാപ്പാക്ക് ഞാനൊന്ന് കുളിക്കാൻ കൊടുത്തു, എന്റെ ബാപ്പയെങ്ങാനും ആ വെള്ളം കൊണ്ടൊന്ന് കുളിച്ചാൽ ഹിദായത്ത് ലഭിക്കുമല്ലോ. ഹബീബിനെ കാണേണ്ടതില്ല, അവിടത്തെ തൊടേണ്ടതില്ല, അവിടുന്ന് തൊട്ടതിനെ തൊട്ടാ മതിയല്ലോ. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട മുഴുവനും സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 14 നൂറ്റാണ്ടുകൾക്ക് പുറവും അവിടുന്ന് ധരിച്ച ജുബ്ബസ് മുസ്ലിം സമൂഹം സൂക്ഷിക്കുകയാണ്. അവിടത്തെ തലപ്പാവ് മുസ്ലിങ്ങൾ ആദരിച്ചുകൊണ്ട് സൂക്ഷിക്കുകയാണ്. അവിടത്തോട് ബന്ധപ്പെട്ടത് മുഴുവനും വിശ്വാസികൾ വലിയ പുണ്യമായി അതേ ിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഷഅർ മുബാറക്ക് പണ്ട് നൽകിയതുപോലെ ലക്ഷക്കണക്കായ സത്യവിശ്വാസികളെ സാക്ഷിയാക്കി അള്ളാന്റെ ഹബീബിന്റെ ചുണ്ടുകൊണ്ട് വെള്ളം കുടിച്ച പരിശുദ്ധമായ പാത്രം മുസ്ലിങ്ങൾക്ക്, ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾക്ക് ബറക്കത്തെടുക്കാം. സത്യവിശ്വാസികൾ അത് ആദരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയാത്തവർ എങ്കിലും ബറക്കത്തെടുക്കാമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ ബാപ്പാക്ക് ഹിദായത്ത് കിട്ടാൻ അവിടുന്ന് ചെയ്ത വെള്ളത്തിന്റെ ബാക്കി തരണം നബിയേ. റസൂലുള്ളാഹി അത് കൊടുക്കുകയാണ്. ആ വെള്ളവുമായി ബാപ്പാന്റെ അടുത്ത് മകനെത്തുകയാണ്. പക്ഷേ സ്വഹാബികൾ മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിച്ചത് അംഗീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യനായ ഉബയ്യ് ഹബീബിന്റെ ശരീരം തൊട്ട വെള്ളം തനിക്ക് കുളിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മകനോട് എന്താണ് ബാപ്പ പറയുന്നത്? സഖൈതനീ ബൗല ഉമ്മിക്. ആ മനുഷ്യൻ, ആ നേതാവ് തൊട്ട വെള്ളം, ആ വെള്ളം എനിക്ക് കുളിക്കാൻ തരുന്നതിനേക്കാളും നല്ലത് നിന്റെ ഉമ്മാന്റെ മൂത്രം എന്നെ കുടിപ്പിക്കലാണ്. സഹോദരന്മാരെ, ഹബീബിന്റെ കൈതൊട്ട വെള്ളത്തിന് പോലും പവർ കൊടുക്കുന്ന സ്വഹാബികൾ, അതേ അവിടുന്ന് നമുക്ക് ഹിദായത്ത് തരുന്ന നേതാവാണ്. അവിടുന്ന് അള്ളാഹു നൽകുന്ന വിജയം വിതരണം ചെയ്യുന്ന നേതാവാണ്. ഭൗതികമായ വിജയങ്ങളും പാരത്രികമായ വിജയങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാ റസൂലുള്ളാഹി. അറേ
അറേബ്യൻ യുദ്ധചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരിയാണ് സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. ഖാലിദ് യുദ്ധത്തിലിറങ്ങിയാൽ വിജയം ഖാലിദ് കൊണ്ടുപോകുമെന്നത് അറബികളുടെ ചരിത്രമാണ്. അങ്ങനെയുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ ശത്രുക്കൾ സംഹാര താണ്ഡവമാടുമ്പോ ആ യുദ്ധക്കളത്തിൽ പരിഭ്രാന്തനായി ഖാലിദ് തങ്ങൾ എന്തൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹപ്രവർത്തകന്മാര് വന്നിട്ട് ചോദിക്കുകയാണ്, ഖാലിദ് തങ്ങളെ, ശത്രുക്കൾ ഇസ്ലാമിനെതിരെ സംഹാര താണ്ഡവമാടുന്ന സമയത്ത് അങ്ങെന്താണ് ഇങ്ങനെ അലക്ഷ്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സഹപ്രവർത്തകരോട് പറയുന്നത് എന്താണ്? ഞാൻ ഇറങ്ങി പുറപ്പെട്ട എന്റെ കഴിഞ്ഞകാല യുദ്ധാനുഭവങ്ങളിൽ വിജയം നേടി തിരിച്ചു വരാൻ ഖാലിദിന് കഴിഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്. പക്ഷേ അത് ഖാലിദിന്റെ കൈകരുത്തല്ല, ഖാലിദിന്റെ മസിൽ പവറല്ല. ഖാലിദിന്റെ കൂടെ യുദ്ധക്കളത്തിൽ എന്റെ കൂടെ സഹായികളായി നിന്ന സൈന്യത്തിന്റെ അംഗമലമല്ലായിരുന്നു എന്റെ ധൈര്യം. അന്നെന്റെ നേതാവ് അവിടത്തെ പരിശുദ്ധമായ ശിരസിൽ നിന്ന് മുടി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹബീബിന്റെ ചാരത്തേക്ക് എന്റെ സഹപ്രവർത്തകന്മാരാകുന്ന സ്വഹാബത്തോടി വന്ന് ഹബീബിന്റെ കയ്യെന്ന് അവിടത്തെ ഷർഫാക്കപ്പെട്ട ഷർ മുബാറക്ക് വാങ്ങുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന പടത്തൊപ്പിയുമായി ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഓടിയപ്പോ അവിടത്തെ കയ്യിലുണ്ടായിരുന്ന ഏതാനും മുടിയുടെ കഷ്ണങ്ങൾ എന്റെ തൊപ്പിയിലേക്ക് വെച്ച് തരികയാണ്. ആ ഷർ മുബാറക്ക് തുന്നിവെച്ച തൊപ്പി ധരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ യുദ്ധം നടത്തിയത്. എന്നാൽ യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ ആ പടത്തൊപ്പി നഷ്ടപ്പെട്ടു പോയി. വാള് നഷ്ടപ്പെട്ടപ്പോൾ പരാജയം പേടിക്കാത്ത ഖാലിദ് തങ്ങളോ, പരിച നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പരിഭ്രമിക്കാത്ത ഖാലിദ് തങ്ങളോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷർ മുബാറക്ക് തുന്നിവെച്ച പടത്തൊപ്പി യുദ്ധക്കളത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വരുന്ന തിരിച്ചടി പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവാണ് വിജയത്തിന്റെ ഉടമ, അല്ലാഹുവാണ് വിജയത്തിന്റെ അധികാരി, അല്ലാഹുവാണ് നിഅമത്തിന്റെ നിർമ്മാതാവ്. പക്ഷേ അത് വിതരണം ചെയ്യുന്ന കേന്ദ്രം റസൂലുള്ളയാണ്, അത് നൽകപ്പെടുന്ന പ്രഭവ കേന്ദ്രം പ്രവാചകരാണ്. അവിടത്തോട് ബന്ധപ്പെട്ടത് മുഴുവനും സത്യവിശ്വാസികൾക്ക് സന്മാർഗത്തിന്റെ കാരണങ്ങളാണ്, അവർക്ക് സന്തോഷത്തിന്റെ കാരണങ്ങളാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതേ, ചില അല്പജ്ഞാനികളായ മുസ്ലിം നാമധാരികളുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ഇസ്ലാമിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചകളിൽ കടന്നു വന്നുകൊണ്ട് അവർ വിളിച്ചു പറയുന്നത് എന്താണ്? റസൂൽ മുസ്ലിം അല്ലാഹുവിന്റെ ഖുർആൻ ഹബീബിനെ പരിചയപ്പെടുത്തുന്നതോ റസൂലുള്ള തന്നെ റഹ്മത്താണ്, റസൂലുള്ള തന്നെ നിഅമത്താണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്, ആ റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട ഭൂമേനിയിൽ വേസ്റ്റായി ഒന്നും അല്ലാഹു തആല വെച്ചിട്ടില്ല, എല്ലാം സത്യവിശ്വാസികൾക്കുള്ള റഹ്മത്താണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഭൗതികമായ വിജയം പ്രതീക്ഷിച്ച സ്വഹാബികളെ പോലെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാരത്രിക ലോകത്തേക്കുള്ള പ്രഥമ കവാടമായ ഖബർ ജീവിതത്തിലെ പരിരക്ഷക്ക് ആ പ്രവാചകനുമായി ബന്ധപ്പെട്ടതിൽ രക്ഷ തേടിയ സ്വഹാബികളില്ലേ? മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മരണാസന്നനാകുമ്പം മക്കളെ വിളിച്ചുകൊണ്ട് നൽകുന്ന വസിയത്ത് എന്താണ്? ഞാൻ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ
എന്റെ ജീവിതത്തിൽ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഏതാനും അമൂല്യങ്ങളായ വസ്തുക്കളുണ്ട്. അതെന്റെ നേതാവാകുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൈവിരലുകളിൽ നിന്ന് അവിടുന്ന് നഖം മുറിച്ചപ്പോൾ ലഭിച്ച ഏതാനും നഖത്തിന്റെ കഷ്ണങ്ങൾ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫംപുടയിൽ അത് വെക്കണം മക്കളെ. സാധുവായ മുആവിയ മരിച്ച് ഖബറിലെത്തിയാൽ അതിന്റെ പുണ്യം കൊണ്ട് എനിക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിച്ചത് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിലൂടെയാണ് നമുക്കെല്ലാം ലഭിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിലൂടെയാണ് നമുക്കെല്ലാം നൽകപ്പെട്ടത്. ആ ഹബീബിലൂടെ നമുക്ക് ലഭിച്ച ഹിദായത്ത്, ആ ഹിദായത്തിന്റെ പരിശുദ്ധ പ്രതിഫലനങ്ങളാകുന്ന സാംസ്കാരിക മൂല്യങ്ങളോ ധാർമ്മികമായ മൂല്യങ്ങളോ, ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയണമോ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വഴിയൊന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിശുദ്ധമായ ഹിദായത്തിന്റെ പ്രതിഫലനങ്ങളായ സാംസ്കാരിക മൂല്യങ്ങളും ധാർമ്മികമായ വിശുദ്ധിയും ഒരു മുസൽമാന്റെ ജീവിതത്തിൽ പരിരക്ഷിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ളത്. ലാ യുമിനു അഹദുകും മതാ കൂന ഹബ്ബ ഇലൈഹി, നിങ്ങളിലേക്ക് ഹിദായത്തിന്റെ പ്രസരണം നടത്തിയ പ്രഭകേന്ദ്രമായ എന്നോട് നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം. എന്തിനേക്കാളേറെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന സർവസ്വത്തെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ അണികളോട് സ്നേഹം ആവശ്യപ്പെടുന്നത് ഒരിക്കലും അധിക പറ്റല്ല. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങോട്ട് ആളുകൾ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അങ്ങോട്ട് ചിരിക്കാൻ പിശുക്ക് കാണിക്കുന്നവരാണ്. ഇങ്ങോട്ട് നമ്മെ ആളുകളൊക്കെ സ്നേഹിക്കണമെന്ന് ചിന്തിക്കുമ്പോഴും അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ പിശുക്കരാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം ആവശ്യപ്പെട്ടത് അങ്ങനെയല്ല. അവിടുന്ന് ലോകത്തിന് ഇഷ്ടം പോലെ സ്നേഹം കൊടുത്തു. പ്രവിശാലമായ പ്രവാചകന്റെ സ്നേഹ നീരുറവയിൽ നിന്ന് മോന്തിക്കൊടുക്കാത്ത ജീവജാലങ്ങളോ സസ്യങ്ങളോ സൃഷ്ടിചരാചരങ്ങളോ ലോകത്തില്ല. ഒരു സത്യവിശ്വാസി തന്റെ കൈകളെ കൊണ്ട് ഭൂമുഖത്തൊരു ചെടി നടുന്നതോ, ഈ ഭൂമിയിൽ തന്റെ കൈകളെ കൊണ്ടൊരു വൃക്ഷത്തൈ നടുന്നത് പോലും എന്റെ ചര്യയിൽപ്പെട്ടതാണെന്ന് ലോകത്തോട് പറഞ്ഞു പഠിപ്പിച്ച റസൂലുള്ളാഹ് അവിടുന്നൊരു പ്രകൃതി സ്നേഹിയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്നൊരു പ്രകൃതി സ്നേഹിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തീർന്നില്ലല്ലോ സഹോദരങ്ങളെ, അവിടുത്തെ അനുയായിയായ സിദ്ദീഖ് തങ്ങള് അവിടുത്തെ സൈന്യത്തെ ഒരു യുദ്ധക്കളത്തിലേക്ക് അയക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങൾ തന്റെ സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ യുദ്ധക്കളത്തിലെത്തിയാൽ ആ യുദ്ധം ചെയ്യുന്ന യുദ്ധരാഷ്ട്രത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന വഴിക്ക് ശത്രുരാജ്യത്ത് നിങ്ങൾ ചെടികൾ കണ്ടാൽ, മരങ്ങൾ കണ്ടാൽ, സസ്യങ്ങൾ കണ്ടാൽ അത് ശത്രുവിന്റെ രാജ്യമാണെന്ന് കരുതി ഒന്നും നിങ്ങൾ മുറിച്ചു പോകല്ല, ഒന്നും നശിപ്പിക്കല്ല. ശത്രുവിന്റെ രാജ്യത്ത് യുദ്ധത്തിന് പോകുമ്പോൾ പോലും ആ രാഷ്ട്രത്തിലെ പ്രകൃതി സമ്പത്തിന് നഷ്ടം വരുത്തരുതെന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്ത മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശമാണ് സിദ്ദീഖ് തങ്ങൾ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, യുദ്ധക്കളത്തിൽ നേരിട്ട് യുദ്ധമുഖത്ത് ഇടപെടാത്തൊരു മൃഗത്തെ പോലും അകാരണമായി നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ അരുമ ശിഷ്യനിലൂടെ ലോകം കണ്ട സന്ദേശം എന്താണ്? ആധുനിക ലോകത്ത് നടക്കുന്ന ക്രൂരതയുടെ, അക്രമത്തിന്റെ, അരാജകത്വത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രപഞ്ചത്തിന്റെ പതലങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആഗോള സാമ്രാജ്യത്വ ശക്തികളുടെ സർവവിനാശങ്ങളായ യുദ്ധമുഖത്തോട് ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ആധുനിക ലോകത്തൊരു രാജ്യത്ത് യുദ്ധം നടന്നാൽ ആ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നതാരാണ്? ആ രാഷ്ട്രത്തിലെ ഹോസ്പിറ്റലുകളിലാണ് അവിടെ ബോംബെറിയപ്പെടുന്നത്, കലാലയ മുറ്റങ്ങളിലാണ് ബോംബെറിയപ്പെടുന്നത്,
കൊലപ്പെടുത്തപ്പെടുന്നത് ഹതാശയരായ രോഗികളാണ്, നിരപരാധികളായ കൊച്ചുകുട്ടികളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തിനു നൽകിയ സന്ദേശത്തിന്റെ സൗകുമാര്യ എത്രമാത്രം കാലമാത്ര പ്രസക്തമാണ്, എത്രമാത്രം സർവകാലികമാണ് എന്ന് സഹോദരന്മാരെ ലോകത്തിന്റെ ഓരോ ഗതിവിധികളും നമ്മോട് വിളിച്ചു പറയുകയാണ്. അവിടുന്ന് ലോകത്തോട് സ്നേഹം കൊണ്ട് സംവദിച്ചില്ലേ, അവിടുന്ന് ലോകത്തോട് സ്നേഹം കൊണ്ട് സംസാരിച്ചില്ലേ? ആ ഹബീബിന്റെ മുന്നിലേക്ക് അരുമ ശിഷ്യനാകുന്ന സ്വഹാബി കടന്നുപോകുന്ന കാട്ടിലെ വൃക്ഷച്ചില്ലയിൽ നിന്ന് കൊണ്ടുവന്ന പക്ഷിക്കുഞ്ഞ്, ആ പക്ഷിക്കുഞ്ഞിനെ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ സമ്മാനമായി നൽകുമ്പോ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് വേദനിച്ചല്ലോ. അവിടുന്ന് ചോദിച്ചതെന്താണോ, എന്റെ പ്രിയപ്പെട്ട അനുചരാ, നീ ആ വൃക്ഷച്ചില്ലയിലെ പക്ഷിക്കൂട്ടിൽ നിന്ന് കുഞ്ഞുമോനെ കവർന്നെടുത്ത് കൊണ്ടുവരുമ്പോ രാവിലെ തന്റെ പക്ഷിക്കിടാവിന് വേണ്ടി ഭക്ഷണം തേടി പുറപ്പെട്ട പറവ തന്റെ കൊച്ചു കൊക്കി ധാർമ്മികതകളുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ കഅബയുടെ പരിസരത്തേക്ക് മക്കം ഫതഹിന് ശേഷം തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നുപോകുന്ന ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പതിയിരുന്ന് കൊണ്ട് കൊലപ്പെടുത്താൻ പാട്ടും പതുങ്ങിയും കഅബയുടെ പരിസരത്തൊളിച്ചിരുന്ന ഫുദാല എന്ന ഇസ്ലാമിന്റെ കഠിന ശത്രു ആ കഅബയുടെ പരിസരത്തൊളിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കഅബയുടെ പരിസരത്തേക്ക് തവാഫിന് വരാൻ വരുമ്പം ഫുദാലയെ കാണാൻ ഹബീബ് ചോദിച്ചു, എന്താണ് ഫുദാല? ഫുദാല പറഞ്ഞു, ഒന്നുമില്ല നബിയെ, വെറുതെ. എന്തിനിവിടെ വന്നു? വെറുതെ വന്നതാണ്. ഫുദാലയുടെ നെഞ്ചകത്ത് ഒളിപ്പിച്ചു വെച്ച ഇടൻ അജണ്ട ഫുദാലന്റെ നെഞ്ചകം നോക്കി വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി. ഫുദാലയോട് പ്രതികാരത്തിന്റെ സ്വരം പ്രകടിപ്പിച്ചില്ല. ഫുദാലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാര നടപടിയെടുത്തില്ല. തന്റെ കൈകളെ കൊണ്ട് ഫുദാലന്റെ നെഞ്ചകം തടവുന്നു. പിന്നെ അതിന്റെ ഫലം പറയുന്നത് ഫുദാലയാണ്. അന്ന് വരെ എന്റെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ റസൂലുള്ളാഹിയാണ്. പക്ഷേ ഹബീബിന്റെ പരിശുദ്ധമായ കരസ്പർശനം കൊണ്ട് എന്റെ നെഞ്ചകം ധന്യമായപ്പോ അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന മറ്റൊരു സ്വരൂപം എന്റെ ഹൃദയത്തിലില്ല. അങ്ങനെ അതാ ഫുദാല തന്റെ വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലേക്ക് പോകുന്ന വഴിവക്കിൽ പതിവായി താൻ ശൃംഗരിക്കുകയും തന്റെ അനുരാഗങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന തന്റെ പ്രേമവാചനമാകുന്ന പ്രണയസഖി, കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ സ്നേഹം പങ്കിട്ട തന്റെ പ്രണയസഖി പോകുന്ന വഴിവക്കിൽ വെച്ചുകൊണ്ട് ഫുദാലയെ സല്ലാപത്തിന് വേണ്ടി മാടി വിളിക്കുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫുദാലയതാ പെണ്ണിനോട് പറയുന്ന മറുപടി എന്താണ്? ഓ ഫുദാല, എന്താണ് ഫുദാല പറയുന്നത്? ഓ പെണ്ണേ,
കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഹൃദയത്തിന്റെ അനുരാഗമായിരുന്നു നീ. എന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ശൃംഗാരങ്ങളുടെ പ്രകീർത്തനങ്ങളുടെ അനുരാഗങ്ങളുടെ പ്രതിബിംബമായ പെണ്ണേ, ഇന്നെനിക്ക് നിന്നോടുകൂടെ സല്ലപിക്കാൻ കഴിയില്ല, ഇന്നെനിക്ക് നിന്നോടുകൂടെ സമയം പങ്കുവെക്കാൻ കഴിയില്ല. ഇന്നെന്റെ മനസ്സിലെ അനുരാഗത്തിന്റെ പ്രേമഭാഷണം റസൂലുള്ളയാണ്. ഇന്നെന്റെ പ്രേമഭാജനം അല്ലാഹുവിന്റെ ഹബീബാണ്. ഇത് പറയുമ്പോൾ അത്ഭുതത്തോടെ ഫുലാലിന്റെ മുഖത്തേക്ക് കണ്ടിട്ട് നോക്കുന്ന പ്രണയ സഖിയോട് ഉറപ്പിച്ച് തറപ്പിച്ച് ഫുലാല പറയുകയാണ്, പെണ്ണേ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ റസൂലുള്ളയെ കണ്ടതുപോലെ, ഞാൻ റസൂലുള്ളാനെ അനുഭവിച്ചതുപോലെ, എനിക്ക് റസൂലുള്ളാനെ എന്റെ നെഞ്ചകത്തിൽ പതിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ നിനക്കെങ്ങാനും സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ, നിനക്കെങ്ങാനും പ്രേമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ നീയും എന്നെ പോലെയാകുമായിരുന്നു. ഓ സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ ഫുലാലിന്റെ മനസ്സിൽ വന്ന ചേഞ്ച്. റസൂലുള്ളാനെ മഹബത്ത് വെച്ചപ്പോ ഫുലാലിന്റെ മനസ്സ് മാറി. റസൂലുള്ളാനെ മഹബത്ത് വെച്ചപ്പോ ഫുലാലിന്റെ കർമ്മം വിശുദ്ധമായി. ഇതിനാണ് റസൂലുള്ള നമ്മളെ മഹബത്ത് വെക്കണമെന്നാവശ്യപ്പെട്ടത്. ഓ സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കല് അവിടത്തെ സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ടാണ്. അവിടത്തെ സംസ്കാരങ്ങൾ ഇത്തിബാഅ് ചെയ്യാൻ ആ മഹബത്തിലൂടെ അവന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇസ്ലാമിന്റെ ചൈതന്യം തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളോ അതിനുവേണ്ടി കണ്ടെത്തിയ വഴികൾ എന്താണെന്നറിയോ? ആധുനിക മുസൽമാന്റെ മനസ്സുകളോട് പ്രവാചകനെ നായകനാക്കി ചിത്രീകരിച്ച് അവിടത്തെ അവമതിച്ചുകൊണ്ടുള്ള സിനിമയുണ്ടാക്കി, അവിടത്തെ മോശപ്പെട്ടുകൊണ്ട് ലേഖനങ്ങളെഴുതി ഇസ്ലാമിന്റെ പുറത്ത് പരസ്യമായി നമ്മെ പല്ലിളിച്ചാൽ പ്രവാചകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് ചിന്തിച്ച ഇസ്ലാമിന്റെ ശത്രുക്കള് സാംസ്കാരിക തനിമയുടെ പേരിൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക മീഡിയകള് അതിനുവേണ്ടി ചൂഷണം ചെയ്യുകയാണ്. റസൂലുള്ളാന്റെ സംസ്കാരമായ തലപ്പാവിനെ, റസൂലുള്ളാന്റെ അടയാളമായ താടിയെ, റസൂലുള്ളാന്റെ ചിഹ്നങ്ങളായ വെള്ള വസ്ത്രങ്ങള്, റസൂലുള്ളാന്റെ സംസ്കാരങ്ങളായ ഔന്നിത്യങ്ങള് ആധുനിക മുസൽമാന്റെ മനസ്സുകളിൽ നിന്നെങ്ങനെ പിഴുതെറിയാൻ കഴിയുമെന്ന ആലോചനയുടെ ഭാഗമായി അവരുണ്ടാക്കിയെടുത്ത ചതികളെന്താ? ഒരു സിനിമ കണ്ട് തിരിച്ചു പോരുന്ന മുസൽമാനോട് ആ സിനിമാ രംഗത്തെ കഥാപാത്രങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്? താടി വെച്ച തലപ്പാവ് വെച്ച തങ്ങള്, താടി വെച്ച തലപ്പാവ് വെച്ച മുസ്ലിയാര് ഏറ്റവും വലിയ ചൂഷകനായി ചിത്രീകരിച്ചുകൊണ്ട്, ഏറ്റവും വലിയ കൊള്ളക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് മുസൽമാന്റെ മനസ്സുകളിൽ താടി എന്നത് ചൂഷണത്തിന്റെ അടയാളമാക്കി, തലപ്പാവെന്നത് വഞ്ചനയുടെ ചിഹ്നങ്ങളായി ചിത്രീകരിച്ച് ഇസ്ലാമിക മൂല്യങ്ങളോട് അവമതിപ്പുണ്ടാക്കാനുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ക്രൂരമായ പ്രവർത്തനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ബലിയാടായി മാറുന്ന മുസ്ലിംകൾ എത്രയാണ്? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് റസൂലുള്ളാഹിനെക്കാളും വലിയ റോൾ മോഡലില്ല, നമുക്ക് റസൂലുള്ളാഹിനെക്കാളും വലിയ മാതൃകകളില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് നമ്മുടെ മാതൃകയാണ്. അവിടുത്തെ നമ്മൾ മഹബത്ത് വെക്കണോ? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കേണ്ടത്? അവിടുത്തെ സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ടാണ്, അവിടുത്തെ ചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ടാണ്, അവിടുത്തെ മൂല്യങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ടാണ്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനുള്ള മാർഗങ്ങളാണ് അവിടത്തെ മൗലിദോദലും അവിടത്തെ മദ്ഹ് പാടലും റസൂലുള്ളാഹിനോട് മഹബത്ത് വെക്കുന്നതിന്റെ അടയാളങ്ങളാണ്. മഹാനായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ മഹബ്ബത്ത് വെക്കാൻ പ്രത്യേകമായൊരു റൂട്ട് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. പ്രത്യേകമായൊരു വഴി അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. മസ്ലി പിടിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ടതല്ലല്ലോ മഹബ്ബത്ത് എന്നത്. മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന അനുരാഗത്തിന്റെ വൈവിധ്യങ്ങളായ രൂപഭാവങ്ങളാണ് മഹബ്ബത്ത്. ആ മഹബ്ബത്തിന് പ്രത്യേകമായ രൂപങ്ങളില്ല, ആ മഹബ്ബത്തിന് പ്രത്യേകമായ വഴികളില്ല. ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞ വഴികളിൽ ഒന്നും പാടില്ലാത്തതുപോലെ മഹബ്ബത്തും പാടില്ല. ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞ വഴികളിലൂടെ ഒന്നും പാടില്ലാത്തതുപോലെ മഹബ്ബത്തും പാടില്ല. എന്നാൽ അതിൽപ്പെട്ടതാണ് മദ്ദളവും മ്യൂസിക്കും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങളോ ആഭാസകരമായ പ്രകടനങ്ങളോ പരിപാടികളോ റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ പേരിൽ അനുവദനീയമല്ല. കാരണം അത് ഇസ്ലാം ഒരു മഹബ്ബത്തിന് മാത്രമല്ല എല്ലാത്തിലും വിലക്കിയതാണ്. ഇങ്ങനെ ഖുർആൻ പരസ്യമായി വ്യക്തമായി വിലക്കാത്ത വഴികളിലൂടെ, ഹദീസുകളിൽ ഹറാമാണെന്ന് പറയാത്ത വഴികളിലൂടെ, ഏത് വഴികളിലൂടെയും മഹബ്ബത്താകാം. നബിദിന റാലി നടത്തൽ നിഷിദ്ധമാണെന്ന് പറയുന്നവർ അതിനായത്ത് പറയേണ്ടവരവരാണ്. നബിദിനം നടത്തൽ അനിസ്ലാമികമാണെന്ന് പറയുന്നവർ അങ്ങനെ റബീഉൽ അവ്വലിൽ ഒരു പോത്തിനെ അറുത്ത് മഹബ്ബത്ത് പ്രകടിപ്പിക്കൽ, റാലി നടത്തി മഹബ്ബത്ത് പ്രകടിപ്പിക്കൽ അനിസ്ലാമികമാണെന്ന് പറയുന്നവർ അതിന്റെ ആയത്ത് പറയേണ്ടവരാണ്, അതിന്റെ ഹദീസ് പറയേണ്ടവരാണ്. അങ്ങനെ ഒരു ആയത്തും ഹദീസിലും ഖുർആനിലില്ലാത്ത കാലത്തോളം, പ്രവാചകൻ പറയാത്ത കാലത്തോളം, ഇസ്ലാമിക പ്രമാണങ്ങൾ ഹറാമാണെന്ന് പറയാത്ത ഏത് വഴികളിലൂടെയും മഹബ്ബത്താകാം. അതേ ഒരാള് പ്രകടിപ്പിക്കുന്നതിന്റെ നേർവിപരീതത്തിലാകും മറ്റൊരാളുടെ മഹബ്ബത്ത്. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ എന്ന ഖോജാ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മനസ്സിൽ നിന്ന് മഹബ്ബത്ത് ഒഴുകിയതെങ്ങനെയാണ്? അള്ളാന്റെ ഹബീബ് വഫാത്താകുമ്പോ ആ ഹബീബിന് റൗളയിലൂടെ യാത്രയാക്കപ്പെടുമ്പോ അള്ളാന്റെ ഹബീബിന്റെ ഭൗതികമായ ഭൂമേനി ഭൗതിക ലോകത്തിൽ നിന്ന് യാത്ര ചോദിച്ചപ്പോൾ ബിലാലിന്റെ മനസ്സിന്ന് സ്നേഹമൊഴുകിയത് എങ്ങനെയാണ്? അതാ അവിടുന്ന് റസൂലുള്ളാഹിനെ യാത്രയാക്കിയ ശേഷം അവിടത്തോട് സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനിതാ മദീന വിട്ടു പോവുകയാണ്, ഞാനിതാ മദീനയോട് യാത്ര ചോദിക്കുന്നു നബിയേ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത മദീന, അങ്ങയുടെ മുഖം കാണാൻ കഴിയാത്ത മദീന, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിസ്കരിക്കപ്പെടാൻ കഴിയാത്ത മദീന പള്ളിയിൽ ഇനി ബിലാലിന് ജീവിക്കാൻ കഴിയില്ല, ഇനി ബിലാലിന് ഉറക്കം വരില്ല. ഞാനിതാ മദീന വിടുന്നു നബിയേ. ഈ മദീന മണൽപ്പരപ്പില് ഓരോ മണൽ കൂനകൾ കാണുമ്പോഴോ, ഈ മണൽ തരികൾ ഓരോന്ന് കാണുമ്പോഴോ എന്റെ മനസ്സിലേക്ക് റസൂലുള്ള വരുന്നു, ഹബീബിന്റെ മുഖം തെളിയുന്നു. അതുകൊണ്ട് എനിക്ക് മദീന തുറക്കം വരില്ല. ഹബീബിനെ ലോകത്തിൽ നിന്ന് യാത്രയാക്കിയ ശേഷം ബിലാൽ തങ്ങളെ മനസ്സിന് മഹബ്ബത്തൊഴുകിയത് അവിടുന്ന് മദീന വിട്ടുകൊണ്ടാണ്. അവിടുന്ന് മദീന വിട്ട് മറ്റു രാജ്യത്തേക്ക് പോവുകയാണ്. ഇവിടെ ആരെങ്കിലും ചോദിക്കുമോ, എങ്കിൽ എന്തുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ മദീന വിട്ടില്ല, എന്തുകൊണ്ട് ഉമർ തങ്ങളെ വിട്ടില്ലെന്ന് ചോദിക്കുന്നവർക്ക് മതം അറിഞ്ഞിട്ടില്ല, അവർക്ക് മഹബ്ബത്തറിയില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മദീനയിൽ നിന്ന് യാത്ര ചോദിച്ചത് ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ പേരിലാണെങ്കിൽ സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു
അവിടത്തെ മനസ്സിൽ നിന്ന് മഹബത്തൊഴിയത് അതിന്റെ നേർവിപരീതമായിട്ടാണല്ലോ. അതേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനന്റെ പുറത്തേക്ക് നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിനല്ലാതെ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ മദീന വിട്ടുപോയതിനെതിരായി ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മദീനയുടെ പുറത്തേക്ക് നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയതല്ലാതെ മദീനന്റെ പുറത്ത് പോയിട്ടില്ല. അവിടത്തെ പൂമേരി ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുപോവുകയല്ലാതെ മദീനന്റെ ചാരത്തെ പരിശുദ്ധ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയല്ലാതെ നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിനല്ലാതെ മദീനന്റെ പുറത്തേക്ക് ഇമാം മാലിക് തങ്ങൾ പോയില്ല. ഇത് രണ്ടും മഹബത്താണ്. മഹബത്തിന് പ്രത്യേക വഴികളില്ല, മഹബത്തിന് പ്രത്യേക രൂപങ്ങളില്ല. മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് വടിഞ്ഞൊഴുകുന്ന അനുരാഗത്തിന്റെ വൈവിധ്യങ്ങളാണ് മഹബത്ത്. ഓ സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ മകളുടെ കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് എന്തിനാണ്? ലക്ഷങ്ങൾ പൊടിക്കുന്നത് എന്തിനാണ്? ആ മകളോടുള്ള മഹബത്തല്ലേ. മകന്റെ കല്യാണത്തിന് നമ്മൾ പണം ചെലവിടുന്നത് എന്തിനാണ്? ആ മകനോടുള്ള മഹബത്തിന്റെ പേരിൽ അവന്റെ കല്യാണത്തിന് നമ്മൾ ഭക്ഷണം ഒരുക്കുന്നു, ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. എന്നാൽ ആ മഹബത്ത് പോലെ താനൊരു പുതിയ വീട്ടിലേക്ക് താമസമാക്കുമ്പോ ആ വീടിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടോ അതവിടെ അവൻ മാംസം വേവിക്കുകയാണ്, അവിടെ അവൻ ഭക്ഷണം വിളമ്പുകയാണ്. എന്നാൽ സ്വന്തം മകനെക്കാളേറെ, മകളെക്കാളേറെ, വീടിനെക്കാളേറെ നിങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം കേട്ടോ. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കുള്ള കേന്ദ്രമാണ്, നമുക്കുള്ള സ്വപ്നവും നടക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേ ദിവസം പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുന്നു. നേരം പുലർന്നപ്പോ മന്ത്രിന്റെ അടുത്ത് പോകാൻ അയാൾക്ക് തോന്നിയില്ല. നാളെയാണ് 30ാമത്തെ ദിവസം, നാളെ രാവിലെയാണ് കോടതിയിൽ കാശ് കെട്ടേണ്ടത്, കയ്യിൽ ഒരു നയാ പൈസയുമില്ല. വീണ്ടും ചെറുപ്പക്കാരൻ സ്വലാത്ത് ചൊല്ലുകയാണ്. അന്നതാ രാത്രി ഹബീബ് സ്വപ്നത്തിൽ കാണുന്നു. അള്ളാന്റെ ഹബീബ് ചോദിക്കുകയാണ്, എന്തേ നീ അലി ഇബ്നു ഈസനെ കാണാൻ പോകാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അലി ഇബ്നു ഈസന്റെ അടുത്ത് പോയി 3000 ഹബീബ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയോ? ഞാൻ തട്ടിപ്പിന് വന്നതാണെന്ന് തെറ്റിദ്ധരിക്കൂല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നാളെ രാവിലെ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് 5000 സ്വലാത്ത് നിങ്ങൾ നേർച്ചയാക്കി ചൊല്ലാറില്ലേ? പതിവായി അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് നിങ്ങൾ 5000 സ്വലാത്ത് ചൊല്ലാറില്ലേ എന്ന് അലി ഇബ്നു ഈസയോട് ആദ്യം ചോദിക്കണോ? പിന്നെ ഞാൻ പറഞ്ഞ മെസ്സേജ് നൽകണമെന്ന് പറയുമ്പോ ചെറുപ്പക്കാരൻ രാവിലെ മന്ത്രിന്റെ അടുത്ത് ഓടുകയാണ്. അലി ഇബ്നു ഈസന്റെ അടുത്ത് ചെന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലയോ മന്ത്രി അവറുകളെ, എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിനടക്ക ഹബീബിന്റെ പേരിൽ നിങ്ങൾ 5000 സ്വലാത്ത് ചൊല്ലാറില്ലേ? മന്ത്രി അത്ഭുതപ്പെടുകയാ. ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന ഈ രഹസ്യം
നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അലി ഇബ്നു ഈസയോട് ഈ സാധു തന്റെ അനുഭവങ്ങൾ പറയുകയാണ്. എന്റെ റസൂലുള്ളയാണ് എനിക്ക് ആ സന്ദേശം തന്നതെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു ഈസയതാ തന്റെ ചുണ്ടുകളെ കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ പദങ്ങൾ പുണ്യ റൗളയിൽ സ്വീകരിക്കപ്പെട്ടതിന്റെ സുവിശേഷവുമായി എന്റെ മുമ്പിലെത്തിയ അലി തന്റെ മുമ്പിലെത്തിയ ആ സാധുവിന്റെ കയ്യിലേക്ക് 3000 കൊടുത്തിട്ട് കടം വീട്ടാൻ പറഞ്ഞു. വീണ്ടും 3000 കൊടുത്തിട്ട് പറയുന്നത്, ഇതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കോ. വീണ്ടും ഒരു 3000 കൊടുത്തിട്ട് പറഞ്ഞത്, ഇതുകൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങിക്കോളൂ. കേൾക്കുമ്പോ എളുപ്പാണ്, ഒന്ന് ചെല്ലിയൊക്കാന്ന് നമുക്ക് തോന്നും. പക്ഷെ 2 ദിവസം 3 ദിവസമൊക്കെ ചെല്ലി 3-ാമത്തെ ദിവസം ചെല്ലിയിട്ടും കാശൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേഗം ബാങ്കിൽ പോയിട്ട് വല്ല ലോണും കിട്ടാൻ വകുപ്പുണ്ടോ നോക്കും. അവിടെ ഈ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. 27 ദിവസത്തിനു ശേഷമാണ് ഹബീബിൽ നിന്നൊരു മെസ്സേജ് ലഭിച്ചത്. ഈമാനുണ്ടോ, യഖീനുണ്ടോ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാഹ്. ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ വിജയമുണ്ടെന്ന് ഉറപ്പിച്ചോളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട്, ജീവിതത്തിന്റെ സകലമാന പ്രതിസന്ധികൾക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നൊരു വഴിയുണ്ടോ? അത് റസൂലുള്ളാന്റെ പേരിലുള്ള സ്വലാത്താണ്. നിങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കുമ്പം ചൊല്ല, നിസ്കരിക്കാൻ പറ്റാത്തപ്പോഴും ചൊല്ല, നിങ്ങളെ മക്കൾക്ക് മലയൂട്ടുമ്പോഴും ചൊല്ല, ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ ചുണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോളൂ. ദുനിയാവിൽ അത് രക്ഷയാണ്, അതേ ഖബറിലും അത് രക്ഷ തന്നെയാണ്. മഹാനായ ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, തങ്ങളെ, യാ ശൈഖി ഇന്ന ബിനി ഖദ് മാതത്. ശൈഖ് അവറുകളെ, എന്റെ ഉമ്മ, എന്റെ മകള് പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. എനിക്കൊന്ന വേളെ കാണണം സ്വപ്നത്തിലായി. വഅഹ്ബബ്തു അൻ അറാഹാ ഫിൽ മനാം. എന്റെ മകൾ മരിച്ചു പോയിട്ടുണ്ട്, അവളെ സ്വപ്നത്തിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സ്വപ്നം, എന്റെ മകളെ സ്വപ്നം കാണാനുള്ള വഴി പറഞ്ഞു തരൂ. അതാ മഹാനായ ഹസ്സൻ ബസരി റളിയല്ലാഹു അൻഹു ഫഅല്ലമഹാ സ്വലാത്തൻ തുസല്ലി ബിഹാ അലാ റസൂലില്ലാഹ്. ആ ഉമ്മയോട് ഹസ്സൻ ബസരി തങ്ങൾ പറയാണ്, പോയിട്ട് റസൂലുള്ളാന്റെ പേരിൽ സ്വന്തൊരു കണ്ണുകൾ. അതാ ഹസ്സൻ ബസരി തങ്ങളെ മുമ്പിലേക്ക് ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, തങ്ങളെ കാണേണ്ടിയില്ലായിരുന്നു. എന്റെ മകളെ കണ്ടപ്പോ അവളെ കൈകാലുകൾ ചങ്ങലക്കാണ്, അവളെ ശരീരത്തിൽ നരകത്തിന്റെ വസ്ത്രങ്ങളാണ്. ഒലിക്കുന്ന കണ്ണുകളോട്, ഇടറുന്ന കണ്ടങ്ങളോട് തന്റെ സ്വപ്നത്തിന്റെ കഥ പറയുമ്പോൾ ഹസ്സൻ ബസരി തങ്ങൾ ആ ഉമ്മയെ ആശ്വസിപ്പിച്ച് തിരിച്ചയച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ മഹാനായ ഹസ്സൻ ബസരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നം കണ്ടപ്പോ ആ പെൺകുട്ടി ഹസ്സൻ ബസരി തങ്ങളോട് ചോദിച്ചാണ്, പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. അപ്പോൾ അവൾ ചോദിച്ചു, എന്താറിയുമോ? എന്റെ ഉമ്മ പണ്ട് പറഞ്ഞ വിവരോർക്കുമോ? ഒരു
ഒന്ന് സ്വപ്നം കാണാൻ സ്വലാത്ത് വാങ്ങിപ്പോയില്ലേ? എന്റെ ഉമ്മ ചങ്ങലക്കിട്ട് നരകാവകാശിയായി കണ്ട എന്റെ ഉമ്മന്റെ പൊന്നുമോളാണ് ഞാനെന്ന് ഹസൻ ബസരി തങ്ങളോട് സ്വപ്നത്തിൽ പറയുമ്പോൾ ഉടനടി മഹാൻ ചോദിച്ചു, എന്താ നിന്നെ ഈ സ്ഥിതിയിലാക്കാൻ കാരണം പറ പൊന്നേ. അന്ന് നിന്റെ ഉമ്മ അത്യുജ്വലമായി കത്തിജ്വലിക്കുന്ന നരകാവകാശിയായി കണ്ട നിന്നെ എന്തേ ഇങ്ങനെ സ്വർഗത്തിലാക്കിയതാ? എന്തേ സ്വർഗത്തിന്റെ കിരീടം നൽകി നിന്നെ അല്ലാതിരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അതാ പെൺകുട്ടി പറയുന്ന മറുപടി, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്ത് നടന്നുപോയി ആരോരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി 550 പാപികൾ അതിലുണ്ട്. അവർക്കൊക്കെ മാപ്പ് കൊടുത്തു റബ്ബിത് കൊണ്ട്. അതേ, ഞാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ഖബർസ്ഥാനിലൂടെ ഞങ്ങൾ 550ഓളം വരുന്ന ഖബറാളുകളുള്ള ഖബർസ്ഥാനിലൂടെ ആരോ ഒരാള് നടന്നു പോയപ്പോ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആ ഖബറാളികൾക്ക് അതിന്റെ ഫലം ഹദിയ ചെയ്തപ്പോ, അതേ സഹോദരങ്ങളെ, ഉമ്മമാര്, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഓതുന്ന ഖുർആൻ, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ നൽകുന്ന പ്രാർത്ഥന, അതവർക്ക് രക്ഷയുടെ കവാടങ്ങളാണ്. അതാ പെണ്ണു പറയണം, ആ ഒരു മനുഷ്യൻ ഞങ്ങളെ ഖബർസ്ഥാനിലൂടെ പോയപ്പോ ചൊല്ലിയ ഒരു സ്വലാത്ത് ഞങ്ങൾക്ക് സമ്മാനമായി തന്നപ്പോ ഇതിന്റെ ഫലം ഈ ഖബറാളികൾക്ക് നൽകണേ അല്ലാ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ 550 ആളുകളും അത് കാരണം രക്ഷപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടത്തേതിലൂടെയാണ് വിജയം, അവിടത്തേതിലൂടെയാണ് രക്ഷ. അവിടത്തെ പേരിലുള്ള സ്വലാത്ത് നമുക്ക് രക്ഷക്കുള്ള കവാടങ്ങളാണ്. അത് ദുനിയാവിലെ രക്ഷയാണ്, ഖബറിലെ രക്ഷയാണ്. പോരാ, അത് പാരത്രിക ലോകത്തെ മഹ്ശറയിലും രക്ഷ തന്നെയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നലിയാദമ മൗഖിഫൻ ഫീ ഫസീഹിൽ അർശ്. പരിശുദ്ധമായ റബ്ബിന്റെ സിംഹാസനത്തിന്റെ പരിസരത്ത് മഹാനായ നമ്മുടെ വല്ലിപ്പയായ ആദം നബിക്ക് മഹ്ശറയിൽ ഒരു സീറ്റ് ഒരുക്കിയിരിക്കുകയാണ്. ആ മഹ്ശറയിലെ സീറ്റിൽ ബഹുമാനപ്പെട്ട ആദം നബി ഇരിക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണ് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ അല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതോ, അവിടുത്തെ പേരമക്കളായ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതോ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെ നോക്കി കാണുവാൻ പറ്റിയ രൂപത്തില് ആദം നബിക്ക് അല്ലാഹു അർശിന്റെ അടുത്ത് സീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഫബൈനമാ ആ സീറ്റിലിരുന്നു കൊണ്ട് ആദം നബി മഹ്ശറയിലെ രംഗം വീക്ഷിക്കുകയാണ്. അതാ കുറെ ആളുകൾ നരകത്തേക്ക് അങ്ങനെ പോകുന്നു, കുറെ ആളുകൾ സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുന്നു. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഫനളറ ഇലാ റജുലിൻ ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നരകത്തിലേക്ക് പോകുന്ന തന്റെ മക്കളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടൊരു സാധു, ഒരു ഹതഭാഗ്യൻ, അയാളെങ്ങനെ നരകത്തിലേക്ക് നരകത്തിന്റെ മലക്കുകൾ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നത് ആദം നബി കണ്ടപ്പോൾ, അതേ അവിടത്തെ മക്കളിൽ ഏറ്റവും പോരിശയുള്ളവരല്ലേ റസൂലുള്ളാന്റെ ഉമ്മത്ത്. അങ്ങനെയുള്ള റസൂലുള്ളാന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ വല്ലിപ്പയായ ആദം നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, യാ അഹ്മദ്, യാ അഹ്മദ്, ഓ അഹമ്മദായ നബിയേ, ഓ മുഹമ്മദ് നബിയേ, ഹാദാ
റജുലുൻ മിൻ ഉമ്മതിക മുൻദലിഖുൻ ഇലന്നാർ. ഈ പോകുന്ന മനുഷ്യൻ അങ്ങയുടെ ഉമ്മത്താണല്ലോ നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളാണല്ലോ ഈ പോകുന്നത്. അതേ റസൂലുള്ള നരകത്തിൽ നിന്ന് നമ്മുടെ കൈപിടിക്കുന്ന നേതാവാണ്, മഹ്ശറയിൽ നമുക്ക് തണി തരുന്ന നേതാവാണ്. അവിടത്തെ ഉമ്മത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ആദം നബി അലൈഹിസ്സലാം അത് റസൂലുള്ളാഹിനെ വിളിച്ചു പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ആ വിഷയത്തിൽ ഇടപെടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ റസൂല റബ്ബി, ഓ അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനെ ചങ്ങലക്കിട്ടുകൊണ്ട് അത്യുജ്വലമായി കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മലായിക, ഖിഫു, അവിടെ നിന്നേക്കണോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുപോയിക്കൂടാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളെ നരകത്തേക്ക് കൊണ്ടുപോകല്ല. പക്ഷേ മലക്കുകൾക്കുണ്ടോ സ്വാധീനം വില പോകുന്നു, മലക്കുകൾക്കുണ്ടോ കാരുണ്യം രൂപപ്പെടുന്നു? അതേ മലക്കുകൾ റസൂലുള്ളാഹിനോട് പറയുന്ന മറുപടി എന്താണ്? നഹിനുൽ ഇലാഹു നബിയേ, ഞങ്ങൾ കാരുണ്യമില്ലാത്തവരാണെന്നറിയില്ലേ, ഞങ്ങൾ കഠിന ഹൃദയത്തിന്റെ ഉടമകളാണെന്നറിയില്ലേ, ഞങ്ങൾ പരിശരാണെന്നറിയില്ലേ, ഞങ്ങൾ പ്രകോപിതരാണെന്നറിയില്ല നബിയേ, ഞങ്ങൾക്കല്ല അനുകമ്പ തന്നിട്ടില്ല, ഞങ്ങൾക്കല്ലാഹു സ്നേഹം തന്നിട്ടില്ല. നഹിനുൽ ഇലാഹു, ഞങ്ങൾ കഠിന ഹൃദയരാണ്, ഞങ്ങൾ കഠോര ഹൃദയരാണ്. അല്ലദീന ലാ യഅസില്ലാഹ്, അല്ലാഹ് നരകത്ത് കെറിയാൻ പറഞ്ഞ പിന്നെ ഒരാളെ കരച്ചിലും ഞങ്ങളെ മുമ്പിൽ വില പോകൂല, ഒരാളുടെ നോട്ടം ഞങ്ങൾക്ക് ദയ തോന്നിപ്പിക്കൂലല്ലോ നബിയേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്കുകൾ ഇത് പറയുമ്പോ റസൂലുള്ള പിന്തിരിഞ്ഞില്ല. അവിടുന്ന് പറയുകയാണ്, യാ റബ്ബൽ അർശ്, ഓ സിംഹാസനത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, ഖദ് വഅദ്തനീ, നീ എനിക്ക് തന്നൊരു കരാറുണ്ട്, നീ എന്നോട് ചെയ്തൊരു വാഗ്ദത്തമുണ്ട്. അല്ലാ തുഹ്സിയനീ ഫീ ഉമ്മതീ, എന്റെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോൾ, എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ഇടപെടുമ്പോൾ, എന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള എന്റെ ഇടപാടുകൾ നീ തള്ളുകയില്ലല്ലോ, എന്റെ ഉമ്മത്തിനിടയിൽ എന്നെ നീ മാനം കൊടുത്തൂലല്ലോ അല്ലാഹ്. ഇതെനിക്ക് നീ തന്ന കരാറല്ലേ, ഇത് നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തമല്ലേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനെ അല്ലാഹ് കൈവടിയുമോ? റസൂലുള്ളാഹിനെ അല്ലാഹ് കൈയൊടിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സല്ല വേദനിപ്പിക്കൂലല്ലോ. അതാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ വരികയാണ്, മലക്കുകൾക്കുള്ള ഓർഡർ വരികയാണ്. അത്തിയൂ മുഹമ്മദാ, എന്റെ അടിമയാകുന്ന ദാസനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെന്തോ, എന്റെ മുഹമ്മദിനെ അനുസരിക്കൂ മലായിക. സുബ്ഹാനല്ലാഹ്. മലക്കുകളതാ ചങ്ങലക്കിട്ടുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന ഹതഭാഗ്യനെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹിക്ക് വഴിപ്പെടണമെന്ന ഓർഡർ വരുമ്പോ എവിടുന്നാണോ ആ മനുഷ്യനെ കയറ്റി കൊണ്ടുപോയത് അതേ സ്പോട്ടിൽ കൊണ്ടുവന്ന് ആ മനുഷ്യനെ തിരിച്ചിറക്കി. അങ്ങനെ വീണ്ടും ആ മനുഷ്യനെ വിചാരണ വരുമ്പോ
ആ മനുഷ്യന്റെ നന്മയും തിന്മയും ഹബീബിന്റെ സാന്നിധ്യത്തിൽ അങ്ങ് തൂക്കുമ്പോ ആ മനുഷ്യന്റെ തിന്മ കനം തൂങ്ങാനൊരുങ്ങുമ്പോ ഫഖറജ മിൻ ഹുജ്റതി ബതാഖാത്ത് അതേ അള്ളാന്റെ ഹബീബ് തന്റെ മടിയിൽ നിന്നൊരു ബിതാഖ എടുക്കുകയാണ്. വിരല് പോലോത്തൊരു ചീട്ടെടുക്കുകയാണ്. ആ ചീട്ടതാ മനുഷ്യന്റെ നന്മയുടെ തട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചു കൊടുത്തപ്പോൾ അതുവരെ തിന്മ കനം തൂങ്ങി നരകാവകാശിയായി നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ട മനുഷ്യന്റെ തുലാസിൽ അള്ളാന്റെ ഹബീബ് ഒരു ചീട്ടെടുത്ത് ഒരു ബിതാഖ എടുത്ത് വെച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ നന്മന്റെ തട്ടിന് കനം തൂങ്ങിപ്പോയി. അങ്ങനെ അതാ മനുഷ്യനെ വീണ്ടും സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾ ആനയിച്ചങ്ങ് പോകാനൊരുങ്ങിയപ്പോ കൊണ്ടുപോകാനൊരുങ്ങുന്ന മലക്കുകളോട് പറഞ്ഞു, പോകല്ല, എനിക്കൊരു കാര്യം നോക്കാനുണ്ട്, അന്വേഷിക്കാനുണ്ട്, അറിയാനുണ്ട്. നേരത്തെ പോകുന്നവന്റെ ആവലാതിക്ക് വിലയില്ല, ഇപ്പോൾ പോകുന്നവന്റെ അപേക്ഷയ്ക്ക് VIP-യുടെ വിലയാണ്. ആ മനുഷ്യൻ പറയുന്നു, എന്നെ ആ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തിയ സുമുഖനാരാ, എന്റെ നന്മന്റെ തുലാസിലേക്ക് ആ ചീട്ട് കൊണ്ടുവന്നിട്ട ആള് ആരാ, എനിക്കയാളെ ഒന്ന് കാണണോ, എനിക്കയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറയുമ്പോ മലക്കുകൾ ഹബീബിന്റെ മുന്നിലേക്ക് അയാളെ കൊണ്ടുവരുന്നു. ഹബീബ് തന്നെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, മനുഷ്യ, ഞാനാണ് നിങ്ങളെ റസൂൽ. ഞാൻ എന്റെ മടിയിൽ നിന്നെടുത്ത് നിങ്ങളെ നന്മന്റെ തുലാസിലേക്ക് വെച്ച ആ ബിതാഖ, അത് നിങ്ങൾ ഭൂമിയിൽ വെച്ച് ചൊല്ലിയ സ്വലാത്തുകളാണ്. നിങ്ങൾ ദുനിയാവെന്ന് ചൊല്ലിത്തീർത്ത പ്രവാചകന്റെ മധുഹുകളാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതോ, ആവലാദികളും വേവലാദികളുമുള്ള ജീവിതോ, ദുനിയാവിലും സങ്കടങ്ങളാണ്, ആഖിറത്തിൽ സങ്കടപ്പെടാതിരിക്കാനുള്ള ഒരു മൂലധനവും നമ്മളെ കയ്യിലില്ല. ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ നിലക്ക് ആഖിറത്തിൽ വിജയിക്കാനുള്ള, ദുനിയാവിൽ രക്ഷപ്പെടാനുള്ള അമലുകളായി, സുഹൃതങ്ങളായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിൽ നമ്മൾ സംസാരിച്ചതും സംബന്ധിച്ചതോ, ഈ മജ്ലിസ് ഒരുക്കാനും സംഘടിപ്പിക്കാനും വരുന്ന വലിയ സംഖ്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അന്യനാടുകളിൽ നിന്ന് വിവിധ കാര്യങ്ങൾ ഉദ്ദേശിച്ചു ദ്വാരക്കാൻ പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച സാധുക്കളുണ്ടോ? അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ടോ, ഞങ്ങളിവിടെ പറഞ്ഞ ഹബീബിന്റെ പോരിശുണ്ടോ, അവർക്കൊക്കെയും സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുന്യവിയും മുഖ്റവിയുമായ ജീവിത പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായി നീ സ്വീകരിക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارحمنا وارحم والدينا وارحم اساتذتنا وارحم من يرحمنا وارحم موتانا وارحم جميع أمة محمد صلى الله عليه وسلم.
بأنواع رحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.